ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കാൾ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല സ്തുതികൾക്കും സ്തോത്രത്തിനും മാനത്തിനും മഹത്വത്തിനും യോഗ്യൻ 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 നീ മാത്രം യോഗ്യൻ കർത്താവേ. ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കവിട്ട് വീണുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ഏറ്റു പറയുന്നു, സകലത്തിനും യോഗ്യനായിരിക്കുന്ന യേശുവെ, അങ്ങേ ആരാധിപ്പാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഒരു പകൽക്കാലം ഞങ്ങൾ ഇവിടെ കടന്നുപോയി. ഈ പകൽക്കാലം കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കാത്തു, ഞങ്ങളെ പരിപാലിച്ചു, ഭക്ഷിപ്പാൻ ആഹാരം തന്നു, ധരിപ്പാൻ തന്നു, താമസിപ്പാൻ തന്നു, എല്ലാം തന്ന കൃപകൾക്കാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വയലിലെ കർത്താവെ താമരയേക്കാൾ ശ്രേഷ്ഠമായിട്ട് നീ ഞങ്ങളെ കാത്തു കർത്താവെ. സ്വർഗീയ പിതാവെ, നിന്റെ കരുണകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എത്ര ശ്രേഷ്ഠകരമായിട്ട് കരുതലും കാവലും ഓർന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ കർത്താവെ ഡിയോസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിരദാസനെ കർത്താവെ അഭിഷിക്തൻ നിന്നോട് വിളിച്ച് വേർതിരിച്ച് നിന്റെ മഹത്വപേര് ശുശ്രൂഷയിലാക്കാനായിട്ട് സ്തോത്രം. രാത്രി കർത്താവെ, നിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ, പരിശുദ്ധാത്മാ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന വചനം കേൾക്കുന്നത് കർത്താവെ അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കുവാൻ, അത് കർത്താവെ ഹാലയിൽ നാളുകൾ പ്രത്യാശയിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഒരുക്കുവാൻ വലിയ ദൗത്യത്തിന് ഞങ്ങൾ ഒരുക്കൊക്കെ സഹായിക്കണമേ. നാളുകളിൽ കർത്താവിന്റെ കൃപ കൂടിയിരിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾ വചനങ്ങൾ എല്ലാവരും ഒരു കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് ഉത്തരം തരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഒന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ, ആ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ ഞങ്ങൾ കർത്താവെ വാക്കുകളെ ഞങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവെ, നിന്റെ വാക്ക് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസമുള്ളത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവെ, ഇന്ന് രാത്രി ഹല്ലേലൂയ താഴ്ത്തുന്ന കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കൃപ കൂടിയിരിക്കണമേ. അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുകൂലമാക്കി തരണം. എല്ലാ കർത്താവെ ഇന്റർനെറ്റ് കാലാവസ്ഥ ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. കൃപ വ്യാപരിച്ചാട്ട് പ്രാർത്ഥന നടത്തുന്നതായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി വന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തു നാമം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രികാല ദൈവമേ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. 9 നിമിഷങ്ങൾ ഒരു പാട്ട് പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ഭാവനാന്തര ശീലത കൊണ്ട് നമുക്ക് ദൈവത്തെ പാടി, ദൈവത്തെ പഴയ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അൻപിൻ രൂപി യേശുനാഥ സ്തോത്രം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ, കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ തേടി വന്നവനെ, അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. മൃത്യുവിന്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. മൃത്യുവിന്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ, നിന്നിൽ നിത്യം ആശ്രയിക്കും. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. നിൻമുഖത്ത് ഞാൻ നോക്കിടുമേ, വേറെ ആരുമില്ലെനിക്ക്. നിൻമുഖത്ത് ഞാൻ നോക്കിടുമേ, വേറെ ആരുമില്ലെനിക്ക്. ദേവാ നിന്റെ നിഴലിൻ കീഴിൽ, ദേവാ നിന്റെ നിഴലിൻ കീഴിൽ നിത്യം ചേർന്ന്
വസിച്ചിടും ഞാൻ അൻപിൻ രൂപിയേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം അൻപിൻ രൂപിയേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ കുശവൻ കയ്യിൽ കളിമണ്ണ് പോ കുശവൻ കയ്യിൽ കളിമണ്ണ് പോ ഗുരുവേ എന്നെ നൽകിടുന്നേ അൻപിൻ രൂപിയേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം രോഗം നാശം നിന്ന ദുഷി വേറെ എന്തു വന്നാലും രോഗം നാശം നിന്ന ദുഷി വേറെ എന്തു വന്നാലും വാഴും യേശുപാദത്തിൽ ഞാൻ വാഴും യേശുപാദത്തിൽ ഞാൻ മുത്തം ചെയ്യും അവന്റെ പാദം അൻപിൻ രൂപിയേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം അൻപിൻ രൂപിയേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പഴയൊരു ഗാനമാണ്. അൻപിൻ രൂപിയേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാകാം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ സ്തോത്രം. മൃത്യുവിന്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. പാതാള ജയിച്ചവൻ നിന്നിൽ നിത്യം ഞാൻ ആശ്രയിക്കും. നമുക്കൊരു കർത്താവ് ഉണ്ട്. സ്തോത്രം. നമ്മുടെ രക്ഷകരുണ്ട്. നമുക്കൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ ലഭിപ്പാനുമായി നാം അതിധൈര്യത്തോടു കൂടി കൃപാസനത്തിൽ ചെല്ലുക. ഇന്ന് രാത്രിയിൽ നമുക്ക് അതിധൈര്യത്തോടു കൂടെ കൃപാസനത്തിൽ കടത്തി ചെല്ലാം. രാത്രികളുടെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളെ അറിയിച്ചിരുന്ന പോലെ രാത്രിക്കാലത്തെ വനശുശ്രൂഷയ്ക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ വന്നിരിക്കുന്നത് പ്രിയ റവറൻഡ് ടി വർഗീസ് അവറുകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് സ്തോത്രം നമ്മോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ചില വർഷങ്ങളായി ഞങ്ങൾക്ക് ബോംബെയിൽ ആയിരുന്ന സമയങ്ങളിൽ പലപ്പോഴും ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രിയ കർത്തൃഭൃത്തനാണ്. ദീർഘവർഷങ്ങൾ മർത്തോമ സഭയുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് ശേഷം ശുശ്രൂഷ ആയിരിക്കുമ്പോൾ തന്നെ ശക്തമായ ദൈവിക നിയന്ത്രണം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് സ്വതന്ത്രം വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് അവിടെ വെച്ച് ഇറങ്ങിത്തിരിച്ച കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിന്നെ ഓടുവാൻ, അഭിഷേകത്തോട് അധികാരത്തോടുവാൻ പ്രിയാച്ചൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പല പ്രാവശ്യം മുമ്പിൽ കടന്നു വന്ന് പല മീറ്റിങ്ങുകൾ, ഉപവാസ പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡികൾ, കൺവെൻഷൻ ഒക്കെ അച്ഛന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ആയിരിക്കുന്നത് വളരെ അനുഗ്രഹകരമായി തീരുമാറാകട്ടെ. സ്തോത്രം. ആശ്വാസപരമായി തീരുമാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രമുള്ള നിമിഷങ്ങൾ പ്രിയ റവറൻഡ് ടി വർഗീസ് അവരെ ക്ഷണിച്ചുകൊണ്ട്, വനസ്തുലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ വിരമിക്കുന്നു. സ്തോത്രം. അച്ഛൻ അവിടുന്ന് അൺമ്യൂട്ട് ചെയ്യണം ദയവായിട്ട്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവം നൽകിയ സാവകാശം സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട ജോൺസൺ പാസ്റ്റർ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. അൻപതിലധികം ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗിന്റെ ഭാഗമായി ഭാഗ്യത്തെ അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ദിവസങ്ങളിൽ
അനേക സഭകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുവാനും ദൈവജനത്തിന് വിടുതലായി തീരുവാനും കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. The Gospel of Saint Mark, chapter 3, verses 1 to 6. ഞാൻ വായിക്കാം. ദയവായിട്ട് നിങ്ങൾ ചേർന്ന് വായിക്കുക. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കയ്യിലുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ എന്നെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കയ്യുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി അവന്റെ കൈ സൗഖ്യമായി. ഉടനെ പരീക്ഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവും ദൈവമേ, ഈ വലിയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഈ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കുന്ന നിയോഗത്തിനായി സ്തോത്രം. കഴിഞ്ഞ 50 ദിവസമായി ഒരേ ആത്മാവിൽ ഒരേ ആത്മനിറവിൽ പ്രാർത്ഥിപ്പാനും വചനം ശുശ്രൂഷിപ്പാനും മധ്യസ്ഥണിക്കുവാനും കർത്താവ് ഒരുക്കിയ ഈ വലിയ കൂട്ടത്തിനായിട്ട് ഞാൻ സ്തുതിക്കുന്നു. ഞാൻ എന്റെ അഭിഷക്തന്മാരുടെ മനസ്സിൽ നിങ്ങളുടെ വലിയ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ വിനയപൂർവ്വം ഇന്ന് രാത്രി ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ആത്മാങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. ശുശ്രൂഷകളുടെ കഥാം നടക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വായിച്ചത് ഒത്തിരി വിശദീകരണങ്ങളില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ടെക്സ്റ്റാണിത്. മർക്കോസിന്റെ സുവിശേഷത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, 1-ാമത് എഴുതപ്പെട്ട സുവിശേഷമാണ്. ഏറ്റവും ചെറിയ സുവിശേഷമാണ്. മർക്കോസ് ഉപയോഗിക്കുന്ന എല്ലാം കൊച്ചു കൊച്ചു സെന്റൻസ് ആണ്, സ്മോൾ സെന്റൻസസ്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ സാധിക്കും. പ്രസംഗ ശുശ്രൂഷ, പ്രബോധന ശുശ്രൂഷ, സൗഖ്യദായകമായ ശുശ്രൂഷ. പ്രീച്ചിങ് മിനിസ്ട്രി, ഹീലിംഗ് മിനിസ്ട്രി ആൻഡ് ടീച്ചിങ് മിനിസ്ട്രി. ഈ 3 ശുശ്രൂഷകൾക്കും കർത്താവ് ഒരുപോലെ പ്രാധാന്യം കൊടുത്തതായിട്ട് നാം വായിക്കുന്നു. ഒരു ശുശ്രൂഷയുടെ പേരിൽ മറ്റൊരു ശുശ്രൂഷ അവഗണിക്കപ്പെട്ടില്ല. സൗഖ്യത്തിന് പ്രാധാന്യം കൊടുത്തു, അത്രയും തന്നെ പ്രസംഗത്തിനും പ്രാധാന്യം കൊടുത്തു. അത്രയും പ്രാധാന്യം പ്രബോധനത്തിന് ലഭിച്ചു. യേശുവിന്റെ ശുശ്രൂഷ ക്രിസ്തീയ സഭകളുടെ ശുശ്രൂഷയ്ക്ക് ഒരു മാതൃകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുവർത്തിക്കേണ്ട ഒത്തിരി മാതൃകകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റൊരു ശുശ്രൂഷ അവഗണിക്കപ്പെടുന്നു. ചില സഭകളിൽ സൗഖ്യദായ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ട്, അപ്പോൾ പ്രസംഗം അവഗണിക്കപ്പെടും. പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രബോധനം അവഗണിക്കപ്പെടും. ഇന്ന് രാത്രി നമ്മളെ ടെസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിനുമായിട്ട് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ബേസിക് കമ്മിറ്റ്മെന്റ്, കർത്താവേ നീ പ്രാധാന്യം കൊടുത്തതിന് പ്രാധാന്യം കൊടുക്കുവാനും നീ അവഗണിച്ചതിനെ അവഗണിക്കുവാനും നീ സ്വീകരിച്ചതിനെ സ്വീകരിക്കുവാനുള്ള കൃപ നൽകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ സൗഖ്യദായ ശുശ്രൂഷ 37 മിറക്കിൾസ് ആണ് യേശുക്രിസ്തു ആകെ പെർഫോം ചെയ്തെന്ന് മനസ്സിലാക്കുന്നു. അതിൽ കൂടുതൽ കർത്താവ് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ 37 മിറക്കിൾസ് മാത്രമേ റെക്കോർഡറായിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളൂ. യേശുക്രിസ്തു നിവർത്തിച്ചെന്ന് മനസ്സിലാക്കുന്ന 37 അത്ഭുതങ്ങളിൽ 18 അത്ഭുതങ്ങളും ഈ മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സുവിശേഷങ്ങളുടെ ഒരു ബേസിക് ടെസ്റ്റാണ്. മർക്കോസ് എന്തെഴുതിയോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റു സുവിശേഷകർത്താക്കൾ തങ്ങളുടെ സുവിശേഷങ്ങൾക്ക് ആരംഭം കുറിച്ചത്. അവിടേക്ക് ഒത്തിരി ദൈവത്തിന്റെ ആലോചന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുവിശേഷം എഴുതാൻ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കണ്ടിരിക്കണം, ക്രിസ്തുവിനെ കേട്ടിരിക്കണം, ക്രിസ്തുവിനെ തൊട്ടിരിക്കണം, ക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കണം. ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ളതായ സാക്ഷ്യം, ഇന്ദ്രിയബദ്ധമായ ഒരു സാക്ഷ്യം പ്രാപിച്ചവർക്ക് മാത്രമേ, യേശുവിനോട് ചേർന്ന് സമയം ചെലവഴിച്ചവർക്ക് മാത്രമേ, അങ്ങനെയുള്ള അപ്പോസ്തലന്മാർക്ക് മാത്രമേ സുവിശേഷം എഴുതാൻ അർഹതയുള്ളൂ. നമുക്കറിയാം 4 സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെടുന്നത് വിശുദ്ധ മത്തായി, വിശുദ്ധ യോഹന്നാനും മാത്രമാണ്. ലൂക്കോസ് മെഡിക്കൽ ഡോക്ടറാണ്. യോഹന്നാൻ മർക്കോസാണ്, സാധാരണക്കാരനാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ട് സുവിശേഷകർത്താക്കൾ അപ്പോസ്തലന്മാരല്ല. ആ ഒരു ടെസ്റ്റിലേക്ക് പോകാൻ നമുക്കിന്ന് നമ്മൾ ഈ ടെസ്റ്റ് പ്രസംഗിക്കാനൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞ് ആ ടെസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വൈ വാസ് മാർക്ക് ഗിവൺ ദ പ്രിവിലേജ് ടു ബി ദ ഫസ്റ്റ് ഗോസ്പൽ റൈറ്റർ? അതാണ് നമ്മുടെ വിഷയം. യേശുവിനെ പറ്റിയുള്ള സുവിശേഷം എഴുതുവാൻ, തന്റെ പുത്രന്റെ പ്രവർത്തന വൃത്താന്തം എഴുതുവാൻ എന്തുകൊണ്ട് പിതാവായ ദൈവം മർക്കോസിനെ അനുവദിച്ചു? അതിന്റെ കാരണങ്ങൾ തന്നെ ചില ദൈർഘ്യമുള്ളൊരു വിഷയമാണെങ്കിലും ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം. ഒന്ന്, നമ്മൾ മർക്കോസിനെ ഈ സുവിശേഷത്തിൽ പരിചയപ്പെടുന്ന എൻ്റെ 14-ാം അധ്യായത്തിലാണ്. വെറും 16 അധ്യായം മാത്രമേ സുവിശേഷത്തിലുള്ളൂ. 14-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മർക്കോസിന്റെ രംഗപ്രവേശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മർക്കോസ് ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന യേശുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടാണ്. യേശുവിന്റെ അവസാനത്തെ ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് മർക്കോസിന്റെ ഫസ്റ്റ് എൻട്രി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഏകദേശം 42 മാസം നീണ്ടു നിൽക്കുന്ന, 3.5 വർഷം നീണ്ടു നിൽക്കുന്നതായ യേശുവിന്റെ പബ്ലിക് മിനിസ്ട്രിയുടെ അവസാനത്തെ ചില മണിക്കൂറുകളാണ് മർക്കോസിനെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മർക്കോസ് യേശുവിന്റെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്തൊക്കെ ഒരു കൊച്ചു ബാലനായിട്ടുണ്ടായിരുന്നു. 14-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്ന ഒരു ബാലൻ പുതപ്പും പുതച്ചുകൊണ്ട് യേശുവിന്റെ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്ന ഒരു ബാലനെ പറ്റിയുള്ള റെഫറൻസ് അവിടെയുണ്ട്. അതാണ് യോഹന്നാൻ മർക്കോസ്, മറിയയുടെ മകനായ യോഹന്നാൻ മർക്കോസ്. യെരുശലേമിലെ അപ്പുറവും ഉണ്ടായിരുന്ന മറിയയുടെ മകനായ യോഹന്നാൻ മർക്കോസ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ നിർബന്ധപൂർവ്വം സാക്ഷ്യം വഹിക്കേണ്ടത്, യേശുവിന് കാവൽ നിൽക്കേണ്ടത്, യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും യേശുവിനോട് 42 മാസം ചെലവഴിച്ച അപ്പോസ്തലന്മാരായിരുന്നു. ഒരാൾ ഓൾറെഡി കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു, നമുക്കറിയാം, ജൂദാസ് ഇസ്കരിയോസ്. ബാക്കി 11 പേരിൽ 10 പേരും സുരക്ഷിതമായ ദൂരങ്ങളിലേക്ക് ഓടിപ്പോയെന്ന് സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാൻ മാത്രം യേശുവിന്റെ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിപ്പാനായിട്ട് ക്രൂശിനോട് നിന്നതായിട്ട് നാം വായിക്കുന്നു. അപ്പോൾ യേശുവിന്റെ ലാസ്റ്റ് ഡേയ്സ്, ലാസ്റ്റ് അവേഴ്സ്, അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് മാൻഡേറ്റ് ഉള്ള, നിയോഗമുള്ളതായ അപ്പോസ്തലന്മാർ ഓടിപ്പോയപ്പോൾ, അവരുടെ സുരക്ഷിതത്വം തേടി ഓടിപ്പോയപ്പോൾ, യേശുവിന്റെ ശുശ്രൂഷയുടെ ലാസ്റ്റ് ഫേസിൽ മാത്രം രംഗപ്രവേശനം ചെയ്യുന്ന മർക്കോസ്, യോഹന്നാൻ മർക്കോസ്, ഒരുപക്ഷെ പിടിക്കപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ജീവനെ പോലും പണയപ്പെടുത്തി, പ്രാണനെ പോലും പണയപ്പെടുത്തി യേശുവിന്റെ പിന്നാലെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ അത് ധീരമായൊരു സാക്ഷ്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ആ ഒരു പോയിന്റ് ഓഫ് ഫോളോയിങ് ആണ് സ്വർഗം വിലമതിക്കുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞാൽ ഒരു ആശയം മാത്രം പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിലേക്ക് പ്രവേശിക്കുക. അപ്പോഴേ സ്വർഗം തീരുമാനിച്ചു എൻ്റെ പുത്രനെ പറ്റിയുള്ള പ്രവർത്തന വൃത്താന്തം എഴുതാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മാർക്ക് ഷാൽ ബി ഗിവൺ ദ ഫസ്റ്റ് ചാൻസ്. മർക്കോസിന് അങ്ങനെ അവസരം ലഭിക്കും. അതൊരു റീസണാണ്, ഒരു റീസൺ മാത്രം, ധാരാളം റീസൺസ് ഉണ്ട്. നമുക്ക് എല്ലാം കൂടെ എടുക്കാൻ പറ്റുന്ന സമയമില്ലാത്തതിന്റെ ഒറ്റ റീസൺ മാത്രം. ഇന്ന് രാത്രി കാലം നമ്മൾ ടെസ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ആരും ചെയ്യാത്ത വ്യത്യസ്തമായ ശുശ്രൂഷ, മറ്റു പലരും ചെയ്യാൻ മടിക്കുന്ന വ്യത്യസ്തമായ വ്യതിരക്തമായ ശുശ്രൂഷ. അതൊരു അഡ്വഞ്ചറസ് ടാസ്ക് ആയിരിക്കാം, അതൊരു ഡേഞ്ചറസ് ജേർണി ആയിരിക്കാം. ഒരുപക്ഷെങ്കിൽ നിലനിൽപ്പിനെ പോലെ, എക്സിസ്റ്റൻസിനെ പോലെ അപകടപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയായിരിക്കാം. പക്ഷെങ്കിൽ ഇതിനകത്തൊരു പരിശുദ്ധാത്മാവ് നൽകുന്നതായതുകൊണ്ട് അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് എടുക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷകളെ സ്വർഗം ഗൗരവമായി കാണും. ആർക്കും ലഭിക്കാത്ത ചില പ്രത്യേക പദവികൾ നമുക്ക് നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ആരെ കൊണ്ട് ജീവിക്കാത്ത ചില പുതിയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുവാൻ ദൈവം നമ്മൾ ഉപയോഗിക്കാൻ സംശയമൊന്നുമില്ല. So we are going to be given the privilege, special privilege to have the legacy of ministry. ആരും ചെയ്യാത്ത വ്യത്യസ്തമായ ശുശ്രൂഷ. നമ്മൾ ലോക്ക്ഡൌൺ പീരീഡിന്റെ ഒരു ക്രൂഷ്യൽ ഫേസ്, എസ്പെഷ്യലി ബോംബെയിലൊക്കെ ന്യൂസുകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ ക്രിട്ടിക്കലായ ഒരു ഫേസിൽ കൂടെ, ഒരു ക്രൂഷ്യൽ ഫേസിൽ കൂടെ ഇന്ന് ഉച്ചയായപ്പോൾ ഞാൻ ബോംബെ സാന്താക്രൂസ് പള്ളിയിലെ വികാരിയായിരുന്നു. എൻ്റെ ലാസ്റ്റ് പാരിഷ് അതായിരുന്നു. ഇന്ന് ഉച്ചയായപ്പോൾ ഏകദേശം ഒരു 11:30 ആയപ്പോൾ എൻ്റെ പള്ളിയിലെ ഞാൻ ശുശ്രൂഷിച്ച പള്ളിയിലെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കോവിഡായിട്ട് മരിച്ചു. 7 ദിവസമായിട്ടത് രോഗം നിർണ്ണയിക്കാൻ പോലും സാധിച്ചില്ല. മരിച്ചതിന് ശേഷമാണ് കോവിഡ് കൊണ്ടാണ് മരിച്ചെന്ന് നിർണ്ണയിക്കപ്പെട്ടത്. അപ്പോൾ ധാരാളം പേര് മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിൽ, ജീവിതം തന്നെ, ശുശ്രൂഷകൾ തന്നെ ലോക്ക്ഡൗൺ ആകുന്ന ഒരു കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം, ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക് ഒരു ബ്രേക്ക് ഡൗൺ അല്ല. ലോക്ക്ഡൗൺ പലർക്കും ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞു, പലരുടെയും അല്ലെ മാനസികമായി നിലതെറ്റിക്കഴിഞ്ഞു, പ്രവർത്തനങ്ങൾക്കൊക്കെ അന്ത്യം സംഭവിച്ചു, ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനമൊക്കെ അല്ലെ
തടയപ്പെട്ട് കഴിഞ്ഞു. പക്ഷെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു അഭിഷേകത്തേക്ക് ലോക്ക്ഡൌൺ ഈസ് ഗോയിങ് ടു ബിക്കം എ ബ്രേക്ക് ത്രൂ എക്സ്പീരിയൻസ്. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മോട് ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തിൽ ഈ വചനത്തെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, God is more than faithful to see that this lockdown experience is going to become a breakthrough experience for us. അത് ശ്രദ്ധിക്കണം, ഒരു മിഷണൽ ബ്രേക്ക് ത്രൂ ആണ്. നമ്മുടെ ദൗത്യമേഖല ഒരു ബ്രേക്ക് ത്രൂ. നമ്മുടെ പ്രാർത്ഥനയുടെ അതിലേക്ക് വരികയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളുടെ മണ്ഡലങ്ങളിൽ, നമ്മുടെ വിശ്വാസ മണ്ഡലങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരാണെന്ന് എനിക്ക് കുറച്ചുപേരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഫേസ് കണ്ടപ്പോൾ മനസ്സിലായി. ആരുമായിട്ട് എനിക്ക് പരിചയമില്ലെങ്കിൽ ക്രിസ്തുവിന് പരിചയമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ക്രിസ്തുവുമായിട്ട് വളരെ അടുത്ത് നീങ്ങുന്ന, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയുസ്സിനെ പണയപ്പെടുത്തിയ ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. എനിക്കറിയാം എന്നേക്കാൾ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി അടരാടുന്ന, എന്നേക്കാൾ വളരെ വിശ്വസ്തമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, അവിശ്വസ്തമായിട്ട് കൂട്ടുനിരാത്തിൽ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മ നൽകുന്ന ശക്തമായ സന്ദേശം കർത്താവ് ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ടെസ്റ്റിലേക്ക് പ്രവേശിക്കാം, സമയം തികയത്തില്ല. ശ്രദ്ധിക്കാം, 1-ാമത്തെ വാക്കിന് വേണ്ടി തുടങ്ങിയ അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് 8 അറിയാം. അതിനകത്ത് അവസാനത്തെ 3 പാർട്സ് ഓഫ് സ്പീച്ചാണ് ജോയിനിങ് വേർഡ്സ്. അതായത് പ്രൊപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. ഇത് 3 അവസാനത്തെ ജോയിനിങ് പാർട്സ് ഓഫ് സ്പീച്ചാണ്. വാക്കുകളെയും വാചകങ്ങളെയും പരസ്പരം സംയോജിപ്പിക്കുന്ന കൺജോയിനിങ് വേർഡ്സ് ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ പള്ളി എന്ന് പറയുന്നത് യെരുശലേം ദേവാലയമല്ല, തെറ്റിദ്ധരിക്കരുത്. യേശുവിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ ദേവാലയം ഒന്നേ ഉള്ളൂ, അതാണ് യെരുശലേം ദേവാലയം. എന്നാൽ 354 സിനഗോഗുകൾ ഉണ്ടായിരുന്നു എന്ന് യഹൂദ ചരിത്രകാരനായ ജോസഫസ് രേഖപ്പെടുത്തുന്നുണ്ട്. മോർ ദാൻ 354 സിനഗോഗ്സ്. അന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് 10 യഹൂദന്മാർ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്ന അവരുടെ മധ്യത്തിലൊരു സിനഗോഗ് വേണം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ജീവിതമല്ലേ പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മിനിമം നമ്പർ 10 ആണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഭാഷയിലല്ലേ ഒരു പള്ളിയെന്നോ ചാപ്പലെന്നോ സൺഡേ സ്കൂൾ കെട്ടെന്നോ ഒക്കെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ 354 സിനഗോഗിലും എല്ലാ സിനഗോഗിലും കർത്താവ് പോയതായിട്ട് റെഫറൻസ് ഇല്ല. അതിലൊരു സിനഗോഗാണ്. എന്നാൽ ഈ സിനഗോഗിനെ പറ്റി വീണ്ടും വളരെ വ്യക്തമായിട്ട് വിശുദ്ധ മർക്കോസ് പറയുന്നു, അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട യേശുവിന്റെ ഒരു ദൈവാലയ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട 6-7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരിക. ഒന്ന്, അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു എന്ന് വിശുദ്ധ മർക്കോസ് പറയുമ്പോൾ വളരെ കൃത്യം, വളരെ സിമ്പിൾ മെസ്സേജാണ്. അതിന്റെ ഒന്നാമത്തെ അർത്ഥം, ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ജീസസ് ഈസ് അറ്റൻഡിങ് ദിസ് സർവീസ്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന പള്ളിയിൽ ആദ്യമായിട്ടല്ല യേശു പോകും എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം പള്ളിയിൽ പോയി കാണും. എത്ര പ്രാവശ്യം പോയി നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലായാലും ഒറ്റ കാര്യം അറിയാം, ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ജീസസ് ഗോസ് ടു ദ ചർച്ച്. ഇനിയാണ് വിഷയം, യേശുക്രിസ്തുവിനെ പള്ളിയുമായി ബന്ധപ്പെട്ട്, പള്ളി ന്യൂ ടെസ്റ്റ്മെന്റിൽ പള്ളിക്ക് പറയുന്നത് ദൈവാലയം, ദൈവാലയം എന്നുള്ള വാക്കാണ്, ഇംഗ്ലീഷിൽ ടെമ്പിൾ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണേ, ദൈവാലയമുണ്ട്, ദേവാലയമുണ്ട്. പള്ളി എന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ദൈവാലയം എന്ന് പറയുമ്പോൾ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ആ വാക്കാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്, ഇംഗ്ലീഷിൽ ടെമ്പിൾ ഓഫ് ഗോഡ്. ഇവിടെ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ പള്ളിയുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു 3-4 സന്ദർഭം ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന കമ്മ്യൂണിറ്റി ഒരു എൻലൈറ്റൻ കമ്മ്യൂണിറ്റിയാണ്, ഒത്തിരി ഡീറ്റെയിൽസ് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ്സ് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ. ഒന്ന്, യേശുവിനെ പള്ളിയിൽ കാണുന്ന ഒന്നാമത്തെ സന്ദർഭം 8-ാമത്തെ ദിവസമാണ്. യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് പരിച്ഛേദനയ്ക്ക് വേണ്ടി, സർക്കംസിഷന് വേണ്ടി 8-ാമത്തെ ദിവസം യേശുക്രിസ്തുവിനെ യെരുശലേം ദേവാലയത്തിൽ നാം കാണുന്നുണ്ട്. അത് യേശുക്രിസ്തു പള്ളിയിൽ പോയതല്ല, യേശുക്രിസ്തുവിനെ എടുത്തുകൊണ്ട് പള്ളിയിൽ പോയതാണ് അല്ലെ. മാതാപിതാക്കൾ ജോസഫും മേരിയും കൂടെ യേശുവിനെ എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോയി. എന്നാൽ 8-ാമത്തെ ദിവസം നമുക്കറിയാം, യഹൂദന്മാരുടെ ഏറ്റവും പ്രസിദ്ധമായ ദേവാലയത്തിൽ അല്ലെ, ആ പ്രത്യേക ദിവസം ഒരു കുഞ്ഞിനെ മാത്രം, അനേക കുഞ്ഞുങ്ങളുടെ പരിച്ഛേദന ഒരേ സബ്സിക്വന്റ് ആയിട്ട് നടക്കുന്ന സന്ദർഭമാണ്. എന്നാൽ അവിടെ നാം വായിക്കുന്നു, അനേക കുഞ്ഞുങ്ങൾ ക്യൂ ആയിട്ട് പരിച്ഛേദനയ്ക്ക് വേണ്ടി വിധേയരാകുവാൻ ക്യൂ നിൽക്കുമ്പോഴും പരിച്ഛേദന അർപ്പിക്കുന്നതായ പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന 8 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, ദൈവത്തിന്റെ മശിഹ, വാഗ്ദത്തത്തിന്റെ മശിഹ, ആ മശിഹായുടെ പരിച്ഛേദന കഴിയുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു അല്ലെ, ആ ദേവാലയത്തിൽ പങ്കെടുത്തതായ 113 വയസ്സുള്ള ശിമിയോനും 84 വയസ്സുള്ള ഹന്നയും, രണ്ടുപേരും ന്യൂ ടെസ്റ്റ്മെന്റിൽ ഏറ്റവും പ്രായമുള്ള സ്ത്രീപുരുഷന്മാരാണ്. അവർ രണ്ടുപേരും ഒരു സാക്ഷ്യം പറയുന്നത്, ബിഹോൾഡ് അവർ ഐസ് കുഡ് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്, അല്ലെ, ഇസ്രായേലിന്റെ മഹത്വം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്ന് ശിമോൻ പ്രസ്താവിക്കുന്നുണ്ട്. ഹന്നയെ പറ്റി നാം വായിക്കുന്നില്ല, യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും മശിഹയെ പറ്റിയോട് പറഞ്ഞു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, തന്റെ കരങ്ങളിൽ സർക്കംസിഷന് വേണ്ടി തന്റെ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞ് ദൈവത്തിന്റെ മശിഹയാണെന്ന് മനസ്സിലാക്കാൻ സർക്കംസിഷന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതനും പോലും മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ
ഭൗതികമായ കാഴ്ചകൾ മങ്ങിയതായ ശിമോൻ എന്ന് പറയുന്ന വൃദ്ധൻ പറഞ്ഞു, എന്റെ കണ്ണുകൾക്ക് ഈ മഷിയെ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു. 84 വയസ്സുള്ള അത്യാവശ്യം പ്രായമുള്ള ഹന്ന, ന്യൂ ടെസ്റ്റ്മെന്റിൽ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ പറഞ്ഞല്ലേ, യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള മഷിയെ കാണാൻ എന്റെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, the presence of Jesus was noted by the people who had been worshipping along with Jesus. അന്ന് പരിശോധനയ്ക്ക് യേശു കുഞ്ഞിനെ കൊണ്ടുപോയതായ ദിവസം ആ ദേവാലയത്തിലുള്ള സകല വ്യക്തികൾക്കും they could easily notice the presence of Jesus. എന്റെ വിഷയം ഇതാണ്, യേശുവുമായി ബന്ധപ്പെട്ട ദേവാലയവുമായി ബന്ധപ്പെട്ട മുഴുവൻ റെഫറൻസിലും അല്ലെ, the presence of Jesus was made known. യേശുവിന്റെ സാന്നിധ്യം അല്ലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ചില പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയപ്പെടുന്ന ദേവാലയം. രണ്ടാമത് നമുക്കറിയാം, യേശു പള്ളിയിൽ പോകുന്ന 12ാമത്തെ വയസ്സിലാണ്. അതിനിടയ്ക്ക് പോയി കാണുമായിരിക്കും, പക്ഷേ റെഫറൻസ് അതിനെപ്പറ്റി മാത്രമേ ഉള്ളൂ. 12ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം, യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് 12 വയസ്സുള്ള ഒരു ബാലൻ ന്യായപ്രമാണത്തിന്റെ പുത്രൻ, ഇംഗ്ലീഷിൽ ബോയ് ഓഫ് ദ ലോ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേക ചടങ്ങാണ്. അതിനുവേണ്ടിയാണ് യേശുവിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പള്ളിയിൽ വെച്ച് യേശുവിനെ നഷ്ടപ്പെട്ടതായ മാതാപിതാക്കൾ അല്ലെ 2 ദിവസത്തെ വഴിദൂരം പോയി 4ാം ദിവസം മടങ്ങി വന്നപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു അല്ലെ, യേശു ക്രിസ്തു ചോദിക്കല്ലേ, ഡോണ്ട് യു നോ ദാറ്റ് ഐ മസ്റ്റ് ബി ഷെയറിംഗ് മൈ ഫാദേഴ്സ് ഹൗസ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് മാതാപിതാക്കളോട് കർത്താവ് ചോദിക്കുന്നു. മാതാപിതാക്കൾ മടങ്ങി വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കാണുന്നല്ലേ ശാസ്ത്രിമാരോടും അല്ലെ പരീക്ഷന്മാരോടും അല്ലെ വാദിക്കുന്നതായിട്ട് ദൈവരാജ്യത്തെ പറ്റിയുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുകയാണ്. 12 വയസ്സുള്ള ഒരു കുട്ടി സംസാരിക്കുന്ന വിഷയം, ഡിബേറ്റിന്റെ വിഷയം സ്വർഗരാജ്യം, പിതാവിന്റെ രാജ്യം, നിത്യതയെ പറ്റിയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അന്ന് പെരുന്നാളുമായി ബന്ധപ്പെട്ട ആലയത്തിൽ പങ്കെടുത്ത സകല വ്യക്തികൾക്കും 12 വയസ്സുള്ള ബാലന്റെ വിവേകത്തിൽ വിജ്ഞാനത്തിൽ വിസ്മയം തോന്നുന്നത് അവിടെ ലൂക്കോസ് രേഖപ്പെടുന്നുണ്ട്. സോ ഹിസ് പ്രസൻസ് വാസ് മെയ്ഡ് നോൺ. മൂന്നാമതൊരു ടെസ്റ്റ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ ശബത്തുമായി ബന്ധപ്പെട്ട 7 സന്ദർഭങ്ങൾ, ശബത്തിലംഘനം 7 ശബത്തിലംഘനം നാം കാണുന്നത്, ശബത്തിന്റെ വയലേഷൻസ്. അവിടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു, അവിടെ രോഗം സൗഖ്യമാകുന്നു, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശുക്രിസ്തു ഹോസ്റ്റിന പെരുന്നാളുമായി ബന്ധപ്പെട്ട് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ. എന്റെ സിമ്പിൾ ആശയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, the presence of Jesus was made known when he was attending the worship service. യേശുക്രിസ്തു ഏതൊക്കെ ആലയത്തിൽ, അത് സിനഗോഗാകട്ടെ, പള്ളി, യെരുശലേം ദേവാലയമാകട്ടെ, എവിടെയൊക്കെ ആരാധനയിൽ പങ്കെടുത്തോ, ഏതൊക്കെ ദേവാലയത്തിൽ കാല് ചവിട്ടിയോ അവിടെ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെട്ടു, അവിടെ ദൈവത്തിന്റെ ശുശ്രൂഷയുടെ വലിപ്പം പ്രത്യക്ഷപ്പെട്ടു, അവിടെ ദൈവത്തിന്റെ നാമത്തിന്റെ പുകഴ്ച സംഭവിച്ചു. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്നാമത്തെ ചലഞ്ച്, യേശുവിന്റെ നാമം ധരിച്ചിരിക്കുന്ന, യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗം ഏറ്റെടുത്തായ ഞാനും നിങ്ങളും പങ്കെടുക്കുന്ന ദേവാലയ ശുശ്രൂഷകൾ വീണ്ടെടുപ്പിന്റെയും വിടുതലിന്റെയും പ്രഖ്യാപന കേന്ദ്രങ്ങളായിട്ട് മാറും. People who are worshipping along with you should be able to say, അല്ലെ, here is the presence of, ഇവിടെ ദൈവത്തിന്റെ മഹത്വമുണ്ട്. യാക്കോബ് ബെഥേലിനെ പറ്റി പെനിയലിനെ പറ്റി അല്ലെ, യഹോവ ഇവിടെ ഉണ്ട് സത്യം, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അല്ലെ, യേശുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് നമ്മൾ എങ്കിൽ, യേശുവിന്റെ ആത്മാവിന്റെ നിയോഗമാണ് നമ്മൾ നെഞ്ചിലേറ്റിരിക്കുന്നതെങ്കിൽ അല്ലെ, when you participate in the worship service in the place where God's glory is manifested, അല്ലെ, people should be able to identify it. അല്ലെങ്കിൽ അത് ആരാധനയല്ല. അപ്പോൾ ശ്രദ്ധിക്കാം, ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ എന്താണ് പറഞ്ഞത്, അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. ഇനി 6ാമത്തെ വാക്യം ചേർത്ത് വായിക്കണം. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടെന്ന് ഹെരോദിനുമായി ആലോചന കഴിച്ചു. ഞാനും നിങ്ങൾ, നമ്മുടെ ജോൺസൺ പാസ്റ്ററും ജോസ് പാസ്റ്ററൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ടി എ വർഗീസച്ചനും ജോൺസൺ പാസ്റ്ററും അല്ലെ ജോസ് പാസ്റ്ററും ഒക്കെ എനിക്ക് 3 പേരെ പരിചയമുള്ളൂ. നമ്മളൊക്കെ പള്ളിയിൽ പോയി മടങ്ങുന്ന പോലെ അല്ല യേശുക്രിസ്തു പള്ളിയിൽ പോയി മടങ്ങി. നമ്മളൊക്കെ പലപ്പോഴും അല്ലേ, നമ്മൾ പലരും പള്ളിയിൽ പോയി മടങ്ങുമ്പോഴല്ലേ നമുക്ക് നഷ്ടം ഒരു മാക്സിമം പോയി ഒരു 100 രൂപ സ്തോത്രമായിട്ട് നഷ്ടം, പിന്നെ 3 മണിക്കൂർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ താൽക്കാലികമായ നൈമിഷികമായ നഷ്ടങ്ങൾ മാത്രം. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി നമ്മൾ 6ാമത്തെ ഉടനെ പരീക്ഷന്മാർ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ദേവാലയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും there is no guarantee for Jesus to see that അല്ലെ he is going to come back safely. 2 കാലിൽ നടന്നു പോയതുപോലെ 2 കാലം കൊണ്ട് മടങ്ങി വരുന്ന യേശുവിന് പ്രതീക്ഷയില്ല. യേശുക്രിസ്തു പള്ളിയിൽ പോയപ്പോൾ അല്ലേ കഴുത്തിൽ തലയുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അതുപോലെ മടങ്ങി വരാൻ സാധ്യതയുണ്ടെന്ന് യേശുവിന് ഉറപ്പില്ലായിരുന്നു. That means the life of Jesus was always at the stake of threat. എപ്പോഴും ജീവന്റെ ഭീഷണിയിലായിരുന്നു. യേശുക്രിസ്തു കൊല്ലപ്പെടുന്നല്ലേ, അവനെ ദേവാലയത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, ദേവാലയത്തിന്റെ അഗ്രത്തിൽ അവനെ തള്ളിയിടാൻ ശ്രമിക്കുന്നുണ്ട്, അവനെ വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ യേശുവിന് നേരെയുള്ള അസാസിനേഷൻ ശ്രമങ്ങൾ അല്ലെ കൊലപാതക ശ്രമങ്ങൾ ധാരാളം അരങ്ങേറുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവൻ പിന്നെയും പള്ളിയിൽ ചെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഇത്രമാത്രം ശക്തമായ വെല്ലുവിളിയുടെ മധ്യത്തിലും വിശുദ്ധ മർക്കോസ് ഇങ്ങനെ എഴുതി, he was never missing a service, worship service.
ഇതിനകത്ത് ഒന്നാമത്തെ സന്ദേശം കൈമാറുന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇനി ജീവിതം അവസാനിക്കുന്ന എത്ര നിമിഷം എത്ര മണിക്കൂർ നമുക്ക് ഒന്നും അറിയുന്നില്ല. പക്ഷെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം, നമ്മൾ ആയിരിക്കുന്ന ഹോളിൽ, ആയിരിക്കുന്ന ഭവനത്തിൽ, ആയിരിക്കുന്ന രാജ്യത്ത്, ആയിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ, ആയിരിക്കുന്ന വിസിറ്റേഷൻ റൂമിൽ, ഡ്രോയിങ് കർത്താവേ, എൻ്റെ ആയുസ് അവസാനിക്കുന്നവരെ നിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന, നിന്റെ മഹത്വം വെളിപ്പെടേണ്ട ഒരു സന്ദർഭങ്ങൾ ഞാൻ ഒഴിവാക്കത്തില്ല എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കാൻ സാധിച്ചാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ന്യൂ ബിഗിനിങ് ആസ് ഫാർ ആസ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് കൺസേൺ. 2, നോക്കി അവിടെ വരണ്ട കയ്യിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വളരെ സിമ്പിൾ, അർത്ഥമൊക്കെ വളരെ സിമ്പിളാണ്. യേശുക്രിസ്തു പങ്കെടുത്ത ദേവാലയത്തിന്റെ പേര് നമുക്കറിയത്തില്ല, അതായത് സിനഗോഗിന്റെ പേര് നമുക്കറിയത്തില്ല. എങ്കിലും ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സ് പറയുന്നത് യേശുക്രിസ്തു പങ്കെടുത്ത യഹൂദന്മാരുടെ 354 സിനഗോഗിൽ മെജോറിറ്റി ഓഫ് ദ സിനഗോഗിലും അല്ലേ മോർ ദാൻ 200, 200-ലധികം 200-നും 300-നും ഇടയ്ക്ക് മെമ്പേഴ്സ് ഉണ്ടായിരുന്നാണ് ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സ് ഒക്കെ പറയുന്നത്. ഒരു 200-നും 300-നും ഇടയ്ക്ക്, ബിറ്റ്വീൻ 200 and 300. എന്തുമാകട്ടെ, ഒരു 200 മിനിമം നമ്പർ 200 സങ്കല്പിക്കുക. 200 പേര് മിനിമം പങ്കെടുത്തായ വർഷിപ്പ് സർവീസിൽ വളരെ വ്യക്തമായിട്ട് മർക്കോസ് എഴുതി, അവിടെ when Jesus entered the holy sanctuary, the person who is known as the man with withered hands, അല്ലെ, വരണ്ട കൈയുള്ള മനുഷ്യൻ അറിയപ്പെടുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, അന്ന് ആ പള്ളിയിൽ ആദ്യം ചെന്നത് വരണ്ട കൈയുള്ള മനുഷ്യനാണ്, യേശുവല്ല. യേശുവിന്റെ സ്പിരിച്വൽ പ്രസൻസിൽ ഈസ് ഓൾവേസ് there. എന്നാൽ in the physical presence, Jesus restarted the withered man reached the holy temple. അവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ദ ഇൻവൊക്കേഷണൽ പ്രസൻസ്. 2, ദ ഇംപാർട്ടിംഗ് പ്രസൻസ്. ആരാധനയുടെ 2 പ്രിൻസിപ്പിൾസ് എന്ന് പറയും. നമ്മളൊക്കെ ഏത് സഭയുമാകട്ടെ, നമ്മളൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന സഭയിൽ നമുക്ക് മുമ്പായിട്ടൊരു വ്യക്തി പ്രവേശിക്കരുത്. 2, നമുക്ക് ശേഷം ഒരു വ്യക്തി ആ പള്ളിയിൽ നിന്ന് കടന്നു പോകുന്നു. പറഞ്ഞാൽ I should be the first one to enter the temple and I should be the last one to leave the temple. അതാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം ഇൻവൊക്കേറ്റീവ് പ്രസൻസ് അല്ലേ. ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മുഖരിതമായ, എൻ്റെ കണ്ണീര് കുതിർന്ന് വീണതായ തറയിലാണ് എൻ്റെ പാസ്റ്റർ നിന്ന് പ്രസംഗിക്കേണ്ടത്. എൻ്റെ പ്രാർത്ഥന കൊണ്ടും സ്തോത്രം കൊണ്ടും അന്യഭാഷ കൊണ്ടും അല്ലെ സ്തുതി കൊണ്ടും മുഖരിതമായ അന്തരീക്ഷത്തിലാണ് എൻ്റെ ജനോട് ചേർന്ന് ആരാധിക്കുന്ന ജനങ്ങൾ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അതാണ് ഇൻവൊക്കേഷണൽ പ്രസൻസ്. 2, ഇംപാർട്ടിംഗ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആരാധിക്കുന്ന സഭയിൽ ഐ ആം ദ ലാസ്റ്റ് വൺ ടു ലീവ്, ഫസ്റ്റ് വൺ ടു റീച്ച് ആൻഡ് ദ ലാസ്റ്റ് വൺ ടു ലീവ് എന്ന് പറയുമ്പോൾ, ഞാൻ ആരാധിക്കുന്ന സഭയിൽ 150 പേരെന്ന് സങ്കല്പിക്കാം. 150ാമത്തെ വ്യക്തിയെയും പ്രാർത്ഥിച്ച് വിട്ടതിന് ശേഷം മാത്രമേ ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നുള്ളൂ, അല്ലെ. കാര്യം ഇനി 168 മണിക്കൂറിന് ശേഷമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സിറ്റുവേഷൻ ഒരു പള്ളിയിൽ അല്ലെ, ഒരു ഹോൾ കർത്തൃമേശ എന്നൊക്കെ പറയുന്ന 168 hours, 7 days into 24 hours, അതായത് ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രം. ചില ചർച്ചയിലൊക്കെ ഒരാഴ്ച, മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഉള്ളൂ. എന്തുമാകട്ടെ, അതിൽ കൂടുതൽ ഉള്ള ചർച്ചസ് കാതലിക് ചർച്ച് മാത്രമേ ഉള്ളൂ. അവിടെ ഡെയിലി ഒക്കറൻസ് ഉണ്ട്, ഡെയിലി മാസം ഉണ്ട്. അതർവൈസ് ബാക്കി എല്ലാ സഭകളിലും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് മാക്സിമം. അപ്പോൾ അടുത്ത 168 മണിക്കൂർ ദൈവത്തിന്റെ കൃപ നിന്നോട് ഉണ്ടായിരിക്കട്ടെ, സർവശക്തൻ നേടുകയും നീ പാർക്കട്ടെ എന്നൊക്കെ ആശംസിച്ച്, എവരി സിംഗിൾ പേഴ്സൺ ഹു ലീവ്സ് ദ ചർച്ച് ഷുഡ് ബി ബ്ലെസ്ഡ് ബൈ യുവർ ഇംപാർട്ടിംഗ് പ്രസൻസ് അല്ലേ. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം അവന്റെ മേൽ പകർന്നവനെ അനുഗ്രഹിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചയക്കാം എന്ന് പറഞ്ഞാൽ, 100 പേർക്ക് മെമ്പർഷിപ്പ് ഉള്ള ഒരു ചർച്ചിലല്ലേ ഈ ഒരു പ്രിൻസിപ്പിൾ, ഇൻവൊക്കേഷണൽ പ്രസൻസ്, ഇംപാർട്ടിംഗ് പ്രസൻസും ഇത് പ്രിൻസിപ്പിളായിട്ട് സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പാസ്റ്റർ സഹിതം അല്ലെ 100 പേര് പള്ളി തുടങ്ങുമ്പോഴേ അവിടെ ഉണ്ട്. മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. 100 പേര് ഒന്നിച്ചാണ് പള്ളിയിൽ വരുന്നത്. കാര്യം എവ്രി വൺ ആക്സെപ്റ്റ് ദ സെയിം പ്രിൻസിപ്പിൾ. 100 പേര് ഒന്നിച്ചാണ്. ദാറ്റ് ഈസ് നോട്ട് ആസ് എ കളക്റ്റീവ് നേച്ചർ ഓഫ് വർഷിപ്പ്, കോർപ്പറേറ്റ് നേച്ചർ. അല്ലെങ്കിൽ നമുക്ക് പള്ളി വരേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് ആരാധിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കാം, അവിടെ വരണ്ട കൈയുടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിലേക്ക് വരിക. അവിടെ വരണ്ട കൈയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഹി ഹാപ്പൻ ടു ബി ദെയർ എന്ന് പറയുമ്പോൾ ഇത് അവൻ ആദ്യമായിട്ടല്ല പോകുന്നു, അവനും പള്ളിയിൽ പോകുന്ന പതിവുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട 3ാമത്തെ വിഷയത്തിലേക്ക് വരിക. ഇതൊരു ശനിയാഴ്ചയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ആബീബ് മാസം ഒരു 3-ാം ശനിയാഴ്ചയാണ് സങ്കല്പിക്കുക. ഈ സംഭവം നടക്കുന്ന ആബീബ് മാസം യഹൂദന്മാരുടെ മാസമാണ്, അല്ലെങ്കിൽ നീസാൻ മാസം 4-ാം ശനിയാഴ്ചയാണ് സങ്കല്പിക്കുക. അപ്പോൾ നീസാൻ മാസം 1-ാം ശനിയാഴ്ച ഇവർ യേശുവിനെ പറ്റി കണ്ടിട്ടില്ല, യേശുവിനെ കേട്ടിട്ടുണ്ട്. ഇവർ യേശുവിനെ ഡയറക്റ്റ് കേട്ടതായിട്ട് റെഫറൻസില്ല, പക്ഷെ യേശുവിനെ കേട്ടവരിൽ നിന്ന് അവൻ യേശുവിനെ പറ്റി കേട്ടു. സെക്കൻഡറി ഇൻഫർമേഷനാണ്. അപ്പോൾ യേശുവിനെ പറ്റി ആരിൽ നിന്ന് അവൻ കേട്ടു, യേശുവിന്റെ രോഗസൗഖ്യം, യേശുവിന്റെ പ്രവർത്തനം, യേശുവിന്റെ ആളത്വം, അന്ന് തൊട്ടേ അവന്റെ മനസ്സിലൊരു ആഗ്രഹത്താവേ ഈ ക്രിസ്തുവിനെ എനിക്ക് കാണണം. ഐ വാണ്ട് ടു സീ ദ ജീസസ്. I want to be touched by his healing presence. I want to be confronted by his confrontation. അന്ന് തൊട്ടേ അവന്റെ മനസ്സിൽ മുളപൊട്ട ഒരു ആഗ്രഹമാണ്.
So he had been yearning for it, he had been long. അന്ന് തൊട്ട് ക്രിസ്തുവിനെ കാണാൻ അവിടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഇത് നീസൻ മാസം 1-ാം ശനിയാഴ്ച. അന്ന് യേശു ആ പള്ളി വന്നില്ല. നമ്മൾ യേശു വളരെ തിരക്കുള്ള വ്യക്തിയാണ്. He will be visiting almost all the synagogues. അതുകൊണ്ട് ഒരു സിനഗോഗിൽ ഒരു പക്ഷേ ആയുസിൽ വേറെ പ്രാവശ്യം വരാൻ സാധ്യത പോലുമില്ല. 2-ാം ശനിയാഴ്ച പോയി, അന്നും ആ പള്ളി വന്നില്ല. 3-ാം ശനിയാഴ്ച പോയി, അന്നും ആ പള്ളിയിൽ വന്നില്ല. ശ്രദ്ധിക്കണേ, 4-ാം ശനിയാഴ്ച യേശു കാണുന്നുള്ള പ്രതീക്ഷയിൽ അവൻ പോയി. 4-ാം ശനിയാഴ്ച അവൻ ചെന്നപ്പോൾ യേശു ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവൻ പങ്കെടുത്ത സർവീസിൽ, ആരാധനാ ശുശ്രൂഷ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് പറഞ്ഞത്. 3 ശനിയാഴ്ചകൾ യേശു അവിടെ ഇല്ലായിരുന്നു. 1-ാം ശനിയാഴ്ച ഒരു ചാൻസ് എടുത്തു പോയതാണ്. 2-ാം ശനിയാഴ്ച അല്ലേ ഒരു ട്രയലാണ്. 2 ചാൻസസും ട്രയലും പരാജയപ്പെടല്ലേ. 3-ാം ശനിയാഴ്ചയും പരാജയപ്പെട്ടപ്പോൾ അല്ലെ 4-ാം ശനിയാഴ്ച അവന് വേണമെങ്കിൽ പോകാതിരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഈ മനുഷ്യന്റെ, ഈ വരണ്ടകളുടെ മനുഷ്യന്റെ പ്രത്യേകത, he happened and he was seen over there. പള്ളിയിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒടുങ്ങാത്തൊരു പ്രതീക്ഷ അവനുണ്ട്. ഈ ശനിയാഴ്ച എന്റെ ക്രിസ്തു വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലുമൊക്കെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് യേശു ക്രിസ്തു കാണപ്പെട്ടതായ ദേവാലയത്തിൽ ആ പ്രത്യേക ശനിയാഴ്ച അവൻ പോകാനായിട്ട് മടി കാണിച്ചിരുന്നെങ്കിൽ അല്ലെ യേശു ക്രിസ്തു അവിടെ വരും. പക്ഷെങ്കിൽ he is not going to be healed. ഒരിക്കലും യേശുവിനെ കാണാൻ സാധ്യതയില്ല. കാരണം ഇനി യേശുവിനെ കാണാൻ ഒരു ഉറപ്പില്ല. കാരണം യേശു ക്രിസ്തു ഒരു ഐറ്റിനറി സഞ്ചരിക്കുന്ന സുവിശേഷകനാണ്. യേശു ഇങ്ങനെ നിർബാധം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയിൽ പിന്നെ ഒരിക്കലും വരാൻ ചാൻസ് കുറവാണ്. അത്ര തിരക്കുള്ള, ആകെ 42 മാസമേ ഉള്ളൂ, 48 മാസമേ ഉള്ളൂ തിരക്കുള്ള, 42 മാസം തിരക്കുള്ള ശുശ്രൂഷയാണ്. ഇവിടെ ശ്രദ്ധിക്കാം, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന 3-ാമത്തെ സന്ദേശം അല്ലേ, ഏതെങ്കിലുമൊക്കെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ജസ്റ്റിഫയബിൾ റീസൺസ് ഒക്കെ പറഞ്ഞ് ആരാധന മുടക്കിയതാ ചില പ്രത്യേക ദിവസം, ചില പ്രത്യേക ഞായറാഴ്ചകൾ, ഉപവാസ പ്രാർത്ഥന മുടക്കിയതാ ചില വെള്ളിയാഴ്ചകൾ, അല്ലെ കാത്തിരിപ്യോഗം മുടക്കിയതാ ചില പ്രത്യേക ദിവസങ്ങൾ, അന്നായിരുന്നു നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിവാക്കുന്ന സന്ദേശമായിട്ട് ഒരു അഭിഷേകത്തിന്റെ പള്ളിയിലേക്ക് ദൈവം അയച്ചത്. നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള അരുളപ്പാടുമായിട്ട് ഒരു അഭിഷേകം, ഒരു പ്രവാചകന്റെ ആലയത്തെ സന്ദർശിച്ച ആ ദിവസമായിരുന്നു. ബട്ട് യു ആർ absent. I was absent. That's why I couldn't receive the message. ഇന്ന് രാത്രി 3-ാമത്തെ തീരുമാനം, കർത്താവേ, എന്റെ നരിയാണികൾ ചലിക്കുന്നിടത്തോളം കാലം, എന്റെ കണ്ണിന് കാഴ്ച മങ്ങുന്നിടത്തോളം കാലം, എന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടുന്നിടത്തോളം കാലം, ഐ വിൽഫുള്ളി, ബോധപൂർവ്വം കർത്താവേ, വൊളീഷണലി ഐ വിൽ നോട്ട് ബി മിസ്സിംഗ് എനി വർഷിപ്പ് സർവീസ്. കർത്താവേ, നിന്റെ ശബ്ദത്തെ കേൾക്കാൻ സാധ്യതയുള്ള, നിന്റെ രൂപം കാണാൻ സാധ്യതയുള്ള, നിന്റെ അരുളപ്പാട് കേൾക്കാൻ സാധ്യതയുള്ള ഒരാരാധനാ ശുശ്രൂഷകളും അത് നീയൊക്കെ പള്ളിയിൽ പോകാൻ സാധിച്ചാൽ ഭാഗ്യം പറയപ്പെട്ടവരെ അല്ലേ. അങ്ങനെ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെങ്കിൽ ഇനി എന്നാണ് നമ്മളൊക്കെ പള്ളിയിൽ പോകുന്ന ദൈവം മാത്രം അറിയുന്നു. ആ ദൈവത്തിന്റെ പദ്ധതിയിൽ മാത്രം എടുത്ത പക്ഷെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം, കർത്താവേ, ഇനി ഒരു പക്ഷേ എനിക്ക് പള്ളിയിൽ പോകാനേ ചാൻസ് കിട്ടത്തില്ലായിരിക്കാം, അത് ദൈവത്തിന് വിട്ട് കാണുക. ഒരു തീരുമാനം, കർത്താവേ, ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ എന്റെ സാന്നിധ്യം മുടക്കത്തില്ല. ഫാമിലി പാർട്ടിസിപ്പേഷൻ ശ്രദ്ധിക്കേണ്ടല്ലേ, ദൈവത്തിന്റെ സാന്നിധ്യം. അത് ഒരു പ്ലോട്ട് സൈഡ് ലാബാന്റെ വീട്ടിലേക്ക് ഓടുന്ന യാക്കോബിന് ദൈവ സാന്നിധ്യം ഉണ്ടായതല്ലേ പബ്ലിക് റോഡിലാണ് അല്ലേ യാബോക്കിന്റെ കടവിൽ വെച്ചാണ് യാക്കോബിന്റെ പേര് മാറുന്നത്. ഹല്ലേലൂയ. അനേക ജീവിതം പഠിക്കുമ്പോഴല്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേക ആലയമായിട്ട് മാത്രം ബന്ധപ്പെട്ടല്ലേ, ദ പ്ലേസ് വെയർ ദേ knelt before the presence of God. ദൈവസ്ഥലിൽ മുട്ടുമടക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സാമീപ്യത്തിന്റെ സ്ഥലമാണ്, ദൈവം ഇടപെടുന്ന മണ്ഡലമാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ, പ്രവാചകന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ, ശൂന്യകാരത്തിന്റെ വീട് പഠിക്കുമ്പോൾ, സ്ഥലത്തിലെ വിധവയുടെ വീടിനെ പറ്റി പഠിക്കുമ്പോൾ, ഒത്തിരി ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, യായിറോസിന്റെ ഭവനം, ദ പ്ലേസ് വെയർ യു നീൽ ഡൗൺ, നീ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുന്ന ആരുടെ സ്പേസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ ചർച്ച്. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലമുണ്ട്. തീരുമാനം ഒരുമിച്ചെടുക്കുകയാണ്. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിലെ മെമ്പേഴ്സും പ്രസംഗിക്കുന്ന ഞാനും എടുക്കുന്ന ഒരുമിച്ചെടുക്കുന്ന തീരുമാനം, കർത്താവേ, നിന്റെ സാന്നിധ്യം മുടക്കുന്ന ഒരു ഫാമിലി പ്രയർ, സാന്നിധ്യം ലഭിക്കുന്ന ഒരു ഫാമിലി പ്രയറും ഞാൻ മുടക്കുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയ. 4-ാമത്തെ വിഷയം ശ്രദ്ധിക്കാം. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ കൃത്യം മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ വരണ്ട കൈയുള്ള മനുഷ്യൻ, ദ മാൻ വിത്ത് വിതേർഡ് ഹാൻഡ്സ്, ദ മാൻ വിത്ത് ക്രിപ്പിൾഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രോസ് ഫിസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവന്റെ കൈകൾ നിവർക്കാനായിട്ട് അവന് സാധ്യമല്ല. അവൻ ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച വർഷങ്ങളല്ലേ, നമുക്ക് ഒരു വർഷങ്ങൾ ജന്മന അങ്ങനെ ആയതായിരിക്കും, നമുക്കറിയത്തില്ല. ഒരു വർഷങ്ങൾ ജനിച്ചതിന് ശേഷമായത് എന്തുമാകട്ടെ, ഒരു 20 വർഷമായിട്ട് ഇവന്റെ കൈകൾ ഇങ്ങനെ വരണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ ഫോർ ദ ടൈം ബീങ് എന്ന് പറഞ്ഞാൽ 20 വർഷമായിട്ട് ഇവന്റെ കൈകൾ നിവർത്തപ്പെട്ടിട്ടില്ല. ഇതിന്റെ 4-ാമത്തെ അർത്ഥം വളരെ വ്യാപ്തിയുള്ള അർത്ഥമാണ്. ഇവിടെ വരണ്ട കൈയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ 4-ാമത്തെ അർത്ഥമല്ലേ, കൈകൾ വരണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ദ വിതേർഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അല്ലേ,
വരണ്ടതായ പ്രാർത്ഥനാ ജീവിതം, വരണ്ടതായ വിശ്വാസ ജീവിതം, വരണ്ടതായ ശുശ്രൂഷാ ജീവിതങ്ങൾ, അല്ലെ? അതിഥി സൽക്കാരം വരണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, വിശ്വാസം വരണ്ടുപോയ അനുഭവങ്ങൾ, ജീവിതത്തിന്റെ വിശുദ്ധി വരണ്ടുപോയ അനുഭവങ്ങൾ, കണ്ണീർ ഗന്ധികൾ വരണ്ടുപോയി, സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ശബ്ദങ്ങൾ തൊണ്ടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അല്ലെ? കരഞ്ഞതായ ചരിത്രം മറന്നുപോയതാ ദിവസങ്ങൾ, മറന്നുപോയ അനുഭവങ്ങൾ, ദിവസങ്ങളിൽ ഉപവാസത്തിന്റെ ദിവസങ്ങളൊക്കെ മറന്നുപോയി, ദൈവത്തോടുള്ള ഉഭയസമൂഹത്തിന്റെ ദിവസങ്ങൾ മറന്നുപോയി. അങ്ങനെ സ്പിരിച്വൽ സ്പിരിറ്റിനെ പറ്റി പറയാൻ ശ്രമിക്കും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവന് കൈകൾ ഇല്ലാത്തതല്ല പ്രശ്നം, കൈകൾ രണ്ടുമുണ്ട്, പക്ഷെങ്കിൽ അവന്റെ കൈകൾ ഉപയോഗിക്കപ്പെടുന്നില്ല. ഏത് പർപ്പസിന് വേണ്ടി കൈകൾ നൽകപ്പെട്ടുവോ, ഏത് പർപ്പസിന് വേണ്ടി കൈകൾ അവന് ദാനമായിട്ട്, ആ പർപ്പസ് ഈസ് നോട്ട് സെർവ്, അല്ലെ? കൈകൾ നമുക്ക് ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും, കൈയടിച്ച് പാടാനായിട്ട് സാധിക്കും, അല്ലെ? കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ സാധിക്കും, അല്ലെ? വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ കരങ്ങൾ കൊണ്ട് ഉയർത്താൻ സാധിക്കും, ഒരു ഗ്ലാസ് ചായ നമുക്ക് കുടിക്കാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെ? ക്രിയേറ്റീവായുള്ള, കൺസ്ട്രക്റ്റീവായുള്ള, പ്രൊഡക്റ്റീവായ ഒരു പർപ്പസിന് വേണ്ടി ഈ കരങ്ങൾ ഉപയോഗിക്കപ്പെട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 4ാമത്തെ സന്ദേശം ശ്രദ്ധിക്കുക, അല്ലെ? ദൈവം നൽകുന്ന 4ാമത്തെ സന്ദേശം, ദൈവത്തിന് വേണ്ടി ഏതൊക്കെ തലങ്ങളിൽ പ്രയോജനപ്പെടാൻ ദൈവം ആഗ്രഹിച്ചോ, ഏതൊക്കെ റേഞ്ചിലും റേഷ്യോയിലും പ്രയോജനപ്പെടാൻ ദൈവം ആഗ്രഹിച്ചോ, ആ തലങ്ങളിലൊക്കെ പ്രയോജനപ്പെടാൻ പരാജയപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ സന്ദേശം കൈമാറുകയാണ്. മടങ്ങി വരാനുള്ള പ്രത്യേക രാത്രിയുടെ കഥാവേ, എന്റെ പ്രാർത്ഥനാ ജീവിതം ശുഷ്കമായി പോയി, എന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പല തലങ്ങളും ശുഷ്കമായിരിക്കുകയാണ്, എന്റെ കണ്ണീർ ഗന്ധികൾ വറ്റിയിട്ട് വർഷങ്ങളായി കഥാവേ, ആത്മാക്കളെ പറ്റിയുള്ള ഭാരം എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ദശാബ്ദങ്ങളായി. യേശുവിനെ അറിയാതെ മറക്കരുത്, ഇന്ന് ഇന്ത്യയിൽ സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു. ബോംബെയിൽ ഞാൻ കുമ്മനാട്ടിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്, കുമ്മനാട്ടിൽ സൂര്യൻ ഉദിച്ചു, നിങ്ങളുടെ പനവേലിൽ സൂര്യൻ ഉദിച്ചു, അമേരിക്കയിൽ സൂര്യൻ ഉദിച്ചു, അസ്തമിച്ചു. പക്ഷെങ്കിൽ ഇന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന 12 മണിക്കൂർ ഗ്യാപ്പിൽ 46,000 പേർ, ശ്രദ്ധിച്ചു കേൾക്കണം, 46,000 പേർ യേശു എന്ന വാക്ക് കേൾക്കാതാണ് മരിച്ചത്. അത് കോവിഡ് കൊണ്ടുള്ള മരണം ഞാൻ കൂട്ടിയിട്ടില്ല, നോർമൽ സ്പാൻ ഓഫ് ഡെത്ത് ആണ് ഞാൻ പറയുന്നത്. ഓരോ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ 46,000 പേർ യേശു എന്ന പേര് കേൾക്കാതെ മരിക്കുമ്പോൾ, ഇവിടെയാണ് സിറ്റി ഹാർവസ്റ്റിന്റെ പ്രസക്തി, അല്ലെ? ദൈവത്തിന്റെ സഭയുടെ കൊയ്ത്തിന്റെ പ്രസക്തി. കൊയ്ത്തിന് വേണ്ടി വയൽ വിളഞ്ഞെടുക്കുമ്പോൾ കഥാവേ, എന്നെ നീ അയക്കണമെന്ന് പറയാൻ ഇന്ന് രാത്രി നമുക്ക് സാധിക്കണം. ദൗത്യത്തിന്റെ ആത്മാക്കളെ പറ്റി ഒരു ഭാരം നമുക്ക് നഷ്ടപ്പെട്ടു. യേശുവിന് പറയുന്ന പേര് കേൾക്കാതെ ഇന്ത്യയിൽ 1652 ഭാഷകളുണ്ട് പ്രിയപ്പെട്ടവരെ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ 400 മേജർ ഭാഷകളിൽ വെറും 297 ഭാഷകളിലേക്ക് മാത്രമേ ബൈബിളിന്റെ പാർഷ്യൽ ട്രാൻസ്ലേഷൻ, വെറും 75 ഭാഷകളിലേക്ക് മാത്രമേ 66 പുസ്തകങ്ങൾ ഫുൾ ട്രാൻസ്ലേഷൻ നടന്നിട്ടുള്ളൂ. വെറും 83 ഭാഷകളിലേക്ക് മാത്രം ന്യൂ ടെസ്റ്റ്മെന്റ് ട്രാൻസ്ലേഷൻ. നോർത്ത് ഇന്ത്യയിൽ 23 സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സുവിശേഷനാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്, ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ. ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ വിനോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ നോർത്ത് ഇന്ത്യ. കഥാവെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒന്നര മാസത്തോളം നോർത്ത് ഇന്ത്യയിൽ പോകേണ്ടതായിരുന്നു, പക്ഷേ ലോക്ക്ഡൌൺ ആയി കുമ്മനാട്ട് കുടുങ്ങിപ്പോയി. ഇന്ത്യയിൽ 3.25 ലക്ഷം ഗ്രാമങ്ങളിൽ യേശുവിന്റെ നാമം വഹിക്കുന്ന ഒരു സുവിശേഷന്റെ കാല് പതിച്ചിട്ടില്ല. 6,40,000 6,40,000 വില്ലേജ്, അതാണ് ഇന്ത്യയുടെ കണക്ക്. അതിൽ 3.25 ലക്ഷം ഗ്രാമങ്ങളിൽ ഒരു സഭയുടെയും യേശുവിനെ അറിയുന്ന ഒരു സുവിശേഷന്റെ കാല് പതിച്ചിട്ടില്ല. മറക്കരുത്, ഇന്ത്യയിലെ 400 മേജർ ഭാഷകളിൽ സ്ക്രിപ്റ്റുള്ള, ഡയലക്റ്റ് ഉള്ള, സിൻടാക്സ് ഉള്ള, സെമാൻറ്റിക്സ് ഉള്ള, വൊക്കാബുലറി ഉള്ള, സെന്റൻസ് കൺസ്ട്രക്ഷൻ ഉള്ള, കമ്മ്യൂണിക്കേഷൻ ഉള്ള 400 മേജർ ഭാഷകളിലല്ലേ ആമേൻ എന്ന വാക്ക് പോലും, യേശു എന്ന വാക്ക് പോലും, സ്വർഗമെന്ന വാക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ 124 കോടി ജനങ്ങൾ യേശു എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അവർക്കറിയത്തില്ല. They haven't known who is Jesus. ഇന്ത്യയിലെ ഔട്ട് ഓഫ് 131 crores 131 കോടി ജനങ്ങൾ 5.6, വെറും 6% വ്യക്തികൾ മാത്രമേ, അത് നാമധേയ ക്രിസ്ത്യാനികൾ അല്ലെ, രക്ഷിക്കപ്പെട്ടവർ പൂർണ്ണമായിട്ടല്ല, നാമധേയ നോമിനൽ ക്രിസ്ത്യൻസ്. 124 കോടി ജനങ്ങൾ യേശുവിനെ പറ്റി കേൾക്കാതെ മരണത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നമ്മുടെ സുവിശേഷത്തിന്റെ ദൗത്യം ഇതാണ്, നമ്മുടെ ശുശ്രൂഷയുടെ വെല്ലുവിളി ഇതാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു അല്ലേ, വരണ്ടിരിക്കുന്ന കരങ്ങൾ, ശുഷ്കമായിരിക്കുന്ന കരങ്ങൾ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാതെ പോയതായ ദിവസങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നീ കരയേണ്ടതായുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓലവാല് യെരമ്യാവിനെ പോലെ ഞാനിപ്പോൾ വായിച്ചു തീർത്തിയ പുസ്തകം യെരമ്യാവിന്റെ പ്രവചനവും ആമോസുമായിരുന്നു അല്ലെ. വായിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. വിശ്വാസത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി യെരമ്യാവ് നിന്നപ്പോൾ അവൻ അനുഭവിച്ച പ്രതിസന്ധിയുടെ ആഴങ്ങൾ അല്ലെ. ദേശം വിട്ടോടി പോകേണ്ടി വന്ന ആമോസിന് ഒത്തിരി പ്രാവശ്യം വായിച്ചു നോക്കിയാൽ യെരമ്യാവ് പ്രവചനം, അവൻ പല രാത്രികളിലും പകലുകളിലും കാവൽപ്പുര വാച്ച്മാൻ ഹൗസിന് പുറത്താണ് കിടന്നത്.
സൂര്യന്റെ മുഴുവൻ ചൂട് സഹിക്കേണ്ടി വന്നു. അവൻ ഒത്തിരി കാമത്തിലല്ലേ ചെയിൻ കൊണ്ട് ബന്ധിക്കപ്പെട്ട് സംസാരശേഷി പോലും നഷ്ടപ്പെട്ട് ചരമോർജ്ജം നഷ്ടപ്പെട്ട് പ്രവർത്തന സ്വാതന്ത്ര്യം സ്റ്റാൻഡിംഗ് ഫോർ ദ കോസ് ഓഫ് ദ കിങ്ഡം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ശുഷ്കമായ കഥ, എന്റെ ശുഷ്കമായ പ്രാർത്ഥനാ ജീവിതം, എന്റെ ശുഷ്കമായ ദൈവദിന ധ്യാനം, എന്റെ യേശുവിനെ പറ്റി കേൾക്കുന്ന പതിവ് നിനക്കുണ്ട്. പക്ഷെങ്കിൽ യേശുവിനെ പറ്റി പറയുന്ന പതിവ് നിനക്കില്ലായിരിക്കാൻ കർത്താവേ. ടുഡേ ഐ എം ഗോയിങ് ടു ടേക്ക് എ ന്യൂ ഡിസിഷൻ. ഇതുവരെ ഇല്ലാത്ത ചില പതിവുകൾ തുടങ്ങാനുള്ള ശക്തമായ വെല്ലുവിളി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കുമ്മനാട്ടൊന്ന് കൈമാറുകയാണ്. നിനക്ക് യേശുവിനെ കേൾക്കുന്ന ഇഷ്ടമാണ്, പക്ഷെങ്കിൽ നിന്റെ പ്രാണനെ മരണത്തിൽ വീണ്ടെടുത്ത ക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു. തന്റെ ക്രൂശിലെ രക്തത്താൽ പാപങ്ങളെ മോചിച്ച നിത്യയുടെ സ്വീകാരത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ച ക്രിസ്തുവിനെ പറ്റി ഉയർത്താൻ നാവുകൾ ചലിക്കേണ്ട സമയം അതിക്രമിച്ചു. കാലുകൾ ഓടേണ്ട സമയം അതിക്രമിച്ചു. ഇന്ന് രാത്രി വചനം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ശക്തമായി വെല്ലുവിളിക്കുന്നു. എന്തെങ്കിലും ഒരു പുതിയ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ. കർത്താവേ, എന്റെ ബന്ധങ്ങൾ വരണ്ടുപോയി, എന്റെ കർമ്മങ്ങൾ വരണ്ടുപോയി, എന്റെ ജീവിതത്തിന്റെ വിശ്വാസം വരണ്ടുപോയി, അല്പവിശ്വാസമായി തീർന്നു. കർത്താവേ, എന്റെ ആത്മഭാരം അല്ലേ, എന്റെ പ്രാർത്ഥനാമുറി അല്ലെ പലപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. എന്റെ വേദോസ്തം അല്ലേ, അതിന്റെ പേര് പലപ്പോഴും അല്ലേ എനിക്ക് അപരിചിതമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജീവിതത്തിന്റെ ശുഷ്കമായ അനുഭവങ്ങളെ പുഷ്കലമാക്കുന്ന കർത്താവാണ്. ഞാൻ പെട്ടെന്ന് അവസാന ഭാഗങ്ങളിലേക്ക് വരിക. 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാരണ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തൊരു വാക്യമാണ് 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. യേശുക്രിസ്തു വരണ്ട കേള മനുഷ്യനെ സൗഖ്യമാക്കാൻ നോക്കുമ്പോൾ അല്ലെ, അത് യഹൂദന്മാർക്ക് സൂചിച്ചില്ല അല്ലെ, ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല. അവരെ ദുഃഖത്തോടെ നോക്കിയേ, യേശുവിനെ അവർ കൊടുക്കാൻ നോക്കിയേ. പിന്നെ അവരുടെ ശബ്ദത്തിൽ നന്മയോ തിന്മയോ വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ശവത്തിന്റെ നിയമങ്ങൾ വെച്ച് യേശുവിനെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ ജീസസ് ബിക്കംസ് ഇൻഡിഗ്നന്റ്. ഈ യഹൂദന്മാരുടെ സമീപനത്തെ യേശു ക്രിസ്തു അല്പം പോലും എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണല്ലേ. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാനായിട്ട് തടസ്സമായി നിൽക്കുന്ന യഹൂദന്മാർ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം, ദൈവാത്മാവിന്റെ സൗഖ്യം മനുഷ്യനിലല്ലേ, ഒരു 25-30 വർഷമായിട്ട് വരണ്ടിരിക്കുന്ന മനുഷ്യനെ ജീവിതത്തിന്റെ ഉണ്മയിലേക്ക് നയിക്കാൻ പുത്രൻ തമ്പുരാൻ ശ്രമിക്കുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്ന യഹൂദന്മാരെ കണ്ടപ്പോൾ അവൻ കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് 5-ാമത്തെ സന്ദേശം അല്ലേ, എല്ലാത്തിനും നേരെ കണ്ണടയ്ക്കാനായിട്ടല്ല, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ നടപ്പാകുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ നടമാകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ നിനക്ക് സാധിക്കണം. ദൈവത്തിന്റെ രാജ്യത്തിന് എതിരായുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ആത്മീയമായ പക്വത നമുക്കുണ്ടായിരിക്കണം. അതാണ് 5-ാം. ജീസസ് അല്ലെ ബിക്കംസ് ഇൻഡിഗ്നന്റ്. യേശുവിന് കോപം വന്നു. യേശുവിന് അത് സഹിക്കാൻ സാധിച്ചില്ല. യേശു അവരെ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. യേശു ക്രിസ്തു അവരെ തിരുത്താൻ ശ്രമിക്കുകയാണ്. The uncompromising commitment of Jesus. അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. അവസാന ഭാഗങ്ങൾ പറഞ്ഞിട്ട് നോക്കി 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. ഉടനെ പരീക്ഷന്മാർ പുറപ്പെട്ടവനെ നശിപ്പിക്കേണ്ട ഹൃദയമാലോചന വെച്ചു. 2-3 കാര്യം പെട്ടെന്ന് പറഞ്ഞ് സാധിക്കും. 6-ാമത്തെ വിഷയം ഞാൻ വീണ്ടും വായിക്കുന്നു. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. അതിന് മുമ്പൊരു വാക്യമുണ്ട്, 3-ാമത്തെ വാക്യം, ആ മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. ഈ ടെക്സ്റ്റ് 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കമാൻഡ്സ് ഉണ്ട്. ഒന്ന് അല്ലെ, യു ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ മിഡ്സ്റ്റ്. നീ എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക. 2, നീ കൈ നീട്ടുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു 200 പേര് പങ്കെടുക്കുന്ന ഒരു സർവീസ് ആണെന്ന് സങ്കല്പിക്കുക. ഹീസ് ദ അല്ലെ 200th പേര്. 200ാമത്തെ കാര്യം യഹൂദം അതൊക്കെ പറയാൻ എനിക്ക് സമയമില്ല. ഈ മനുഷ്യൻ പള്ളിയിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ പള്ളിയിൽ കാണപ്പെടാതിരിക്കാൻ ഇവന് ഒത്തിരി സെറിമോണിയൽ ഇമ്പ്യൂരിറ്റി ഉണ്ട്, ന്യായപ്രമാണം കൽപ്പിക്കുന്ന അശുദ്ധിയുണ്ട്, അവന്റെ ഫിസിക്കൽ ഇൻഫ്ലേമിറ്റി ഒരു തടസ്സമാണ്, അവന്റെ അൺഅപ്രീഷിയേറ്റഡ് പ്രസൻസ് ഒരു തടസ്സമാണ്, അവനെ സ്വീകരിക്കാൻ വൈമുഖ്യമുള്ള ആരാധകരുടെ സാന്നിധ്യം ഒരു തടസ്സമാണ് അല്ലെ. കഴിഞ്ഞ ശനിയാഴ്ച പള്ളിയിൽ വന്നപ്പോഴല്ലേ മോനെ അടുത്ത ശനിയാഴ്ചയും പള്ളിയിൽ വരണമെന്ന് പറഞ്ഞ് അല്ലെ വണ്ടിക്കൂലി കൊടുത്തല്ല അവരെ ആരും അയച്ചത്. ഹി വാസ് നെവർ ആക്സെപ്റ്റഡ് ഇൻ ദ ചർച്ച്. അതൊക്കെ വ്യാഖ്യാനിക്കാൻ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അംഗവൈകല്യം വിലക്കപ്പെട്ടിരിക്കുകയാണ്. ദേവാലയത്തിൽ പ്രവേശിക്കാൻ ഒരു അംഗവിഹീന സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഇവൻ പള്ളിയിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രധാനപ്പെട്ട നിയമങ്ങളെ വയലേറ്റ് ചെയ്തു. 1, സെറിമോണിയൽ ഇമ്പ്യൂരിറ്റി. 2, ഫിസിക്കൽ ഇൻഫേമിറ്റി. 3, അൺഅപ്രീഷിയേറ്റഡ് പ്രസൻസ്. 4, ദ ഇൻഹിബിഷൻസ്, അവൻ ഇന്റേണൽ ഇൻഹിബിഷൻസ്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെയാണ് ദൈവത്തിന്റെ 1, അവൻ നടുവിലെഴുതി ആരും കാണാതെ ആൾക്കൂട്ടത്തിൽ അവസാനത്തെ വ്യക്തിയായിട്ട് ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയോട് കർത്താവ് പറഞ്ഞു, യു ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ മിഡ്സ്റ്റ്. നീ എഴുന്നേൽക്കണം, നടുവിൽ നിൽക്കണം.
ഞാൻ പറഞ്ഞു 200 പേരും സ്ഥലം 100 ഇവന് യെരൂശലേമിൽ 24,000 പ്രീസ്റ്റ് ആണ്. യഹൂദന്മാർക്ക് 24,000 പുരോഹിതന്മാർ ടോട്ടൽ ഉണ്ട്. അതിനെ പുരോഹിതന്മാരെ ഡിപ്ലോയ് ചെയ്തിരിക്കുക. പോലീസുകാരെയൊക്കെ അല്ലെ പല ദേശങ്ങളിലേക്ക് പ്രോവിൻസിലേക്ക് ചെയ്യുന്ന പോലെ ഓരോ സിനഗോഗിലേക്കും അല്ലെ പുരോഹിതന്മാരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ യെരൂശലേം ദേവാലയവുമായി ബന്ധപ്പെട്ടാൽ ഏകദേശം 8,000-ലധികം പുരോഹിതന്മാർ അവിടെയുമുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇല്ല റൊട്ടേഷണൽ സർവീസാണ്. ആരാധന കഴിഞ്ഞ അനേക വർഷങ്ങളായി, ഒരു വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ ആരാധനയെ സംബന്ധിക്കുന്ന ഇവനെ ആരും ശ്രദ്ധിച്ച് കണ്ടതായിട്ട് റെഫറൻസിലെ പക്ഷെങ്കിൽ യേശു അവനെ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ അവനെ പല കണ്ടതാണ്. സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച്. ഒരു 3-4 വർഷമായിട്ട് ഇതേ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നവനെ അല്ലെ ആ പള്ളിയിലെ അച്ഛന്മാരും അല്ലെ ലേവ്യരും പുരോഹിതന്മാരൊക്കെ കണ്ടതാണ്. പക്ഷെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല, അവന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. പക്ഷെങ്കിൽ ഇവനെ ആദ്യമായിട്ട് ഫിസിക്കൽ സൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവനെ യേശു ആദ്യമായിട്ട് കണ്ടത് അന്നാണ്. The very first sight becomes the redemptive sight. ശ്രദ്ധിച്ച് കേൾക്കണേ, ആയിരക്കണക്കിന് പേര് കണ്ടു. ആ പള്ളിയിൽ വന്ന ആയിരക്കണക്കിന് പേര് വർഷങ്ങളായിട്ട്. പക്ഷെങ്കിൽ അവന് മാത്രം ഒരു മാറ്റമില്ല. പക്ഷെങ്കിൽ അവന്റെ സൃഷ്ടാവ് അവന്റെ പരിപാലന ഉടമസ്ഥനായ ക്രിസ്തുവിനെ ആദ്യമായിട്ട് കണ്ടു. അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൈമാറുന്ന 6ാമത്തെ സന്ദേശം നിന്റെ പള്ളിയിലെ പഴക്കമല്ല, നിന്റെ വിശ്വാസത്തിന്റെ പാരമ്പര്യമല്ല, നിന്റെ വേർപാടിന്റെ പാരമ്പര്യം ദൈവത്തിന്റെ വിഷയമല്ല. എത്ര വർഷമായി നീ ആരാധനയിൽ പങ്കെടുക്കുന്നു, എത്ര വർഷമായിട്ട് വചനശുദ്ധൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. ദൈവത്തിന്റെ വിഷയം when you are seen in the presence of God, are you standing in the midst? നീ എപ്പോൾ ദൈവസ്ഥലിൽ കാണപ്പെടുന്നു അപ്പോൾ ദൈവത്തിന്റെ സ്പർശനം ഏറ്റുവാങ്ങിയ, ദൈവത്തിന്റെ റിഡംറ്റീവ് പവർ ഏറ്റുവാങ്ങിയ, ദൈവത്തിന്റെ റിഡംറ്റീവ് മിനിസ്ട്രിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി കാണപ്പെടാൻ സാധാരണ കർത്താവിന്റെ കൺസേൺ. യേശുക്രിസ്തു നോട്ട് ചെയ്താൽ, യേശുക്രിസ്തു ശ്രദ്ധിച്ചാൽ we can never be the same, we shall never be the same and we are not going to be the same. യേശു ശ്രദ്ധിക്കാത്തിടത്തോളം കാലം നമ്മൾ പലതുമാണ്. പക്ഷെങ്കിൽ യേശുവിന്റെ സത്യം എത്ര എക്സാമ്പിൾ പറയാം, അതൊക്കെ വലിയ വിഷയമാണ്. അതുപോലെ ടാക്സ് കമ്മീഷണർ സക്കായി യേശുവിന്റെ സത്യയിൽ ഒരിക്കലേ പറ്റുള്ളൂ. അവന്റെ ടാക്സ് സർവീസ് നിർത്തി, അവന്റെ ജോലിയും രാജിവെച്ചു, അവന്റെ ബാങ്ക് ബാലൻസ് ശൂന്യമായി, അവന്റെ വീട്ടിലെ അതിഥികളെ നിറഞ്ഞു. അല്ലേ, the man who was isolated, എല്ലാവരും ഒറ്റപ്പെട്ട വ്യക്തി, ആൾക്കൂട്ടത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് മാറി. ടാക്സ് കളക്ടർ ലേവി, അതുവരെ ടാക്സ് പക്ഷെങ്കിൽ യേശുവിനെ കണ്ടപ്പോൾ യേശുവിന്റെ അനുഗാമിയായിട്ട് മാറി. അല്ലെ, മുക്കുവന്മാർ എത്രയോ ചരിത്രങ്ങൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. Once you see the Jesus, once you are confronted by the confrontational presence of Jesus, we are going to be different. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായ ദൂതുകായി മാറുന്നു. ഇങ്ങനെ ഇരിക്കാൻ ഞാൻ നാളെ സാക്ഷ്യം പറയുമ്പോൾ ബാക്കി പറഞ്ഞോളാം. ഇന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സമയമില്ല. ഇങ്ങനെ ഇരിക്കാനായിട്ടല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു ചടലമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ജനലക്ഷങ്ങൾ മരിച്ചു വീഴുന്ന ഭാരതത്തിന്റെ മണ്ണിൽ, ജനലക്ഷങ്ങൾ മരിച്ചു വീഴുന്ന ലോകത്തിലെ രാജ്യങ്ങളുടെ മണ്ണിൽ കർത്താവിന് വേണ്ടി വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകനായി. അതിന് പറയുന്നവരാണ് ആക്സിലറേറ്റഡ് മൊബിലിറ്റി എന്ന് പറയും. ഒരു സാധാരണ വേഗം കൊണ്ട് നിനക്ക് ഓടിയെത്താൻ സാധ്യമല്ല. ഒരു സാധാരണ അഭിഷേകം കൊണ്ട് നിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ, ഒരു നോർമൽ പ്രയർ കൊണ്ട് ഈ ഹാഫ് ടൈം ക്രിസ്ത്യൻ can never defeat a full time Satan. മറക്കരുത്, ഒരു സാധാരണ വിശ്വാസിക്ക് ഒരു ഫുൾ ടൈം we need to be an anointed person. We need to have an extra amount of anointing. അതുകൊണ്ട് എലീശ പറഞ്ഞ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ആവശ്യമാണ്. ലാസ്റ്റ് വാക്യം പറഞ്ഞ ലാസ്റ്റ് വാക്യം ആ മനുഷ്യരുടെ കൈ നീട്ടിയവന്റെ കൈ സൗഖ്യമാണ്. ഒരു സിമ്പിൾ ചോദ്യം, ആദ്യം സംഭവിച്ചത് കൈനീട്ടലാണോ സൗഖ്യമാണോ? വായിച്ചാൽ മതി. ആദ്യം അവൻ കൈ നീട്ടിയപ്പോൾ അവന്റെ കൈ സൗഖ്യം. നിങ്ങൾ വായിച്ചാൽ മതി. 37 മിറക്കിൾസും പഠിക്കുമ്പോൾ 37 മിറക്കിൾസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ദ ആക്ട് ഓഫ് ഒബീഡിയൻസ് ദ പേഴ്സൺ വാസ് സേവ്ഡ്. അത് കാനാവിലെ കല്യാണം അല്ലെ, ലാസറിനെ ഉയർത്തുന്നതിൽ പേരെ പഠിച്ചാൽ അല്ലെ, അനുസരണത്തിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. എവിടെ അനുസരണമുണ്ട് അവിടെ അത്ഭുതമുണ്ട്, എവിടെ അനുസരണമുണ്ട് അവിടെ വിടുതലുണ്ട്. ഇന്ന് രാത്രി അനുസരണത്തിന്റെ ഒരു പുതിയ പർവ്വതത്തിലേക്ക് കയറുവാൻ, അനുസരണത്തിന്റെ പാഠങ്ങൾ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് വെല്ലുവിളിക്കുകയാണ്. അബ്രഹാമിന് പറഞ്ഞാല് 22-ാമത്തെ ജെനസിസ് 22 അവിടെ അനുസരണത്തിന്റെ ഉയരങ്ങളിൽ അനുസരണത്തിന്റെ പർവ്വതങ്ങളിലേക്ക് അവൻ കയറിയപ്പോൾ അവന്റെ പേര് മാറി, അവന്റെ ദൗത്യം മാറി, അവന്റെ നിയോഗം മാറി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളെ നിർബന്ധിക്കുന്നു. കൈ നീട്ടിയതിന് ശേഷമാണ് സൗഖ്യം എന്ന് പറഞ്ഞാൽ, സൗഖ്യമായതിനു ശേഷം നീട്ടാമെന്ന് പറഞ്ഞാൽ സൗഖ്യം സംഭവിക്കത്തില്ല. വേദോസ് യോർദാൻ വിഭജിക്കുന്നതും യെരിഹോവിന്റെ മതിൽ വീഴുന്നതും നയമാന്റെ സൗഖ്യവും യേശുവിന്റെ അത്ഭുതങ്ങൾ മുഴുവൻ പഠിച്ചാൽ മതി. 6 പ്രാവശ്യം നയമാൻ സൗഖ്യമാകത്തില്ല.
6 പ്രാവശ്യം മതിൽ യെരിഹോവിന്റെ മതിൽ വീഴത്തില്ല. The 7th time കർത്താവേ, ഇന്ന് രാത്രി ഞാൻ പൂർത്തീകരിക്കാൻ ബാക്കി വെച്ചിരിക്കുന്ന അനുസരണം ഹല്ലേലൂയ നിന്റെ കരങ്ങളിലേക്ക് കൈമാറാതെ ഞാൻ എന്നെ സ്വന്തമായി എന്റെ ജീവിതത്തിന്റെ രഹസ്യത്തെ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന താക്കോല് DL മോഡിയുടെ ഇംഗ്ലണ്ടിലെ KSB കൺവെൻഷൻ പ്രസംഗിച്ച DL മോഡിയുടെ ഹോട്ടൽ റൂമിൽ പറഞ്ഞു, അല്ലയോ DL രാത്രി അവർ കിടന്നവർ 3-4 മീറ്റിംഗിന് പ്രസംഗിച്ചിട്ട് കിടന്നുറങ്ങിയാണ്. രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദർശനം കൊടുത്തു. ഒരു താക്കോൽ കൂട്ടൻ DL മോഡിയെ കാണിച്ചു. ശ്രദ്ധിച്ച ചരിത്രമാണ് ഞാൻ പറയുന്നത്. താക്കോൽ കൂട്ടത്തിൽ അല്ലെ ബഞ്ച് ഓഫ് കീസ് ആണ്, പല വലുപ്പത്തിലുള്ള താക്കോൽ എന്ന് പറഞ്ഞു. DL മോഡി, യു ഹാവ് ഇൻ ഹാൻഡഡ് ഓവർ ദിസ് കീ ടു മീ. അത് 10-12 താക്കോൽ, ഒരു താക്കോൽ ഒഴികെ ബാക്കി എല്ലാ താക്കോലും. ശ്രദ്ധിക്കണേ, അന്ന് പകൽ 4 പ്രസംഗിച്ചിട്ട് അല്ലെ അർത്ഥപ്രാണനായി ഹോട്ടലിലെ കട്ടിൽ കിടന്ന് ഉറങ്ങിയാണ്. അവൻ ഉറങ്ങാൻ സാധിച്ചില്ല. അവൻ പറഞ്ഞു, ലോർഡ് ഐ ഹാവ് കെപ്റ്റ് ഗിവൻ ഓൾ ദ നോ യു ഹാവ് കെപ്റ്റ്. ഈ ഒരു താക്കോൽ എനിക്ക് നൽകാനുണ്ട്. DL മോഡിന്റെ ചരിത്രം പഠിക്കണം, ഇംഗ്ലണ്ടിലെ ഉണർവിന്റെ ചരിത്രം പഠിക്കണം, KSBന്റെ ചരിത്രം പഠിക്കണം. 13 താക്കോലും സങ്കല്പിച്ചു, 12 താക്കോലും കൊടുത്തു. 13ാമത്തെ താക്കോൽ കൈമാറത്രത്തോളം കാലം DL മോഡിയെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തില്ല. അന്ന് രാത്രി ഉറക്കം വരാതെ DL മോഡി സ്വപ്നത്തിൽ കാണിച്ച അവസാനത്തെ താക്കോൽ കൈമാറി. പിറ്റേ ദിവസം രാവിലെ KSBക്കിന് പ്രസംഗിച്ചപ്പോൾ ചരിത്രം എങ്ങനെ പറയുന്നു? KSBക്കിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി അനുസരണത്തിന്റെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ആത്മനിയോഗത്തിന്റെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, വിശുദ്ധിയുടെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ത്തിലേക്ക് കടക്കുവാൻ ദൈവത്തോട് ചേർന്നവന്റെ കരങ്ങൾ പിടിച്ച് കർത്താവേ, അത് പർവ്വതമാണെങ്കിൽ പർവ്വതം, നദിയാണെങ്കിൽ നദി, സമുദ്രങ്ങൾ സമുദ്രം, ആഴിയുടെ ആഴം ഞാൻ ഓർത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജോസഫ് പാസ്റ്റർ മോള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാണ്, അവൾ അനുഗ്രഹിക്കപ്പെട്ട ഗായികയാണ്. അവളുടെ പാട്ട് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അവളുടെ പാട്ട് കേട്ട് ഒത്തിരി വർഷമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പാട്ട് പാടുമ്പോൾ നിന്റെ പാട്ട് നിന്റെ ഹൃദയത്തിന്റെ സംഗീതമായി മാറും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ്സ്, അവന്റെ കരങ്ങൾ നീട്ടി ഹിസ് ഹാൻഡ്സ് വാസ് ഹീൽഡ്. സൗഖ്യമായതിനു ശേഷമല്ല കരങ്ങൾ നീട്ടേണ്ടത്. ഇൻ ദ പ്രോസസ് ഓഫ് സ്ട്രെച്ചിങ്, കൈകൾ നീട്ടപ്പെടുമ്പോൾ സൗഖ്യം വ്യാപരിക്കുന്നു. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ദൂരം പ്രശ്നമല്ല, ഭാഷ പ്രശ്നമല്ല, സ്ഥലം പ്രശ്നമല്ല. God moves beyond the language. God moves beyond historical boundaries. God moves beyond. അമേരിക്കയിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ യുക്രൈനെ എനിക്കറിയാം, അനേക രാജ്യങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പ്രകാശ വേഗത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ ഹൃദയങ്ങളും ഇന്ന് രാത്രി ശക്തമായ വചനം, ഹല്ലേലൂയ, വചനം അതിവേഗത്തിൽ സഞ്ചരിക്കണം. ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം അതിന്റെ ക്രിയ നയിക്കാതെ മടങ്ങി വരത്തില്ലെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുന്നു. ഹൃദയങ്ങളുടെ പരിശുദ്ധാത്മ ആഴത്തിൽ സംസാരിക്കുകയാണ്. ചില ശുഷ്കമായ അനുഭവങ്ങൾ, യേശുവിന് വേണ്ടി സമർപ്പിക്കാത്ത ചില താക്കോലുകൾ, ഇന്നും വരണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചില മേഖലകൾ, കർത്താവിന് വേണ്ടി ജ്വലിക്കേണ്ട വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ഭവനത്തിലുണ്ട്. ഇനി എരിയേണ്ടതായ തിരിവിന്റെ നിന്റെ കുടുംബത്തിലുണ്ട്. കർത്താവ് അവസാനത്തെ തിരിയും കത്തിക്കുവാൻ, അവസാനത്തെ വിളക്കും കത്തിക്കുവാൻ, അവസാനത്തെ നിമിഷം, അവസാനത്തെ താക്കോൽ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ, അവസാനത്തെ പ്രാർത്ഥനയും ചെയ്യുവാൻ, അവസാനത്തെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആത്മനിയോഗം എനിക്ക് തരണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ന് രാത്രി മൈലുകൾക്കപ്പുറത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആത്മാവിനെ തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൗഖ്യമായിരിക്കാം, അത് കുറ്റബോധങ്ങൾ വിടുതലായിരിക്കാം, അത് ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കമായിരിക്കാം, ആത്മാവിന്റെ സർവായുധ വർഗ്ഗം പോരാടാനുള്ള ഒരു പടപ്പുറപ്പാടായിരിക്കാം. കർത്താവേ, I am prepared for spiritual battle. Lord, I am prepared for a spiritual warfare. ഒരു ആത്മീയ യുദ്ധത്തിന് വേണ്ടി ഇന്ന് രാത്രി തയ്യാറെടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ കാണാത്ത ഉയരങ്ങളിലേക്ക്, മനസ്സിലാക്കാത്ത തലങ്ങളിലേക്ക് നിന്നെ നയിക്കുവാൻ, നിന്റെ സഭയെ നയിക്കുവാൻ, നിന്റെ കുടുംബത്തെ നയിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ നയിക്കാൻ വിശ്വസ്തൻ അവിശ്വസ്തമായ കരങ്ങളിലേക്ക് ജീവൻ എറിഞ്ഞു കൊടുക്കാം. സ്തോത്രം. വളരെ ശക്തമേറിയ ദൈവിക ദൂതുകൾ ഇന്ന് രാത്രി നമുക്ക് കൈമാറ്റം ചെയ്ത പ്രിയച്ചനുള്ള നന്ദി ഞാൻ ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവം നാളെ നമ്മോടൊപ്പം പ്രിയച്ചൻ റവറൻ ടി എ വർഗീസ് അവർ നമ്മോടൊപ്പം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുഭവത്തിൽ കൂടിയും സാക്ഷിയിൽ കൂടി നമ്മുടെ സംസാരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, സ്തോത്രം. ദൈവം നമ്മെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവം സമൂഹമായി സമർപ്പിച്ച് നമ്മുടെ പ്രാപ്തി ഏൽപ്പിക്കാം. ഒരു വലിയ മിഷണറി ചലഞ്ച് ദൈവം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു മിഷൻ ചലഞ്ച് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വരണ്ട കൈയുള്ള മനുഷ്യന്റെ അനുഭവത്തെ കുറിച്ച് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. ഹാലു സ്തോത്രം. ഹാലലൂയ. നമ്മൾ പറഞ്ഞു, ഹാലലൂയ, പത്രത്തിൽ കേട്ടല്ലോ, ഹാലലൂയ. എല്ലാവരും വരുന്നതിന് മുൻപേ ഞാൻ വരും, എല്ലാവരും പോകുന്നതിന് മുമ്പേ, ഹാലലൂയ, പോകാനല്ല, എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അവസാനത്തെ മെമ്പറായി പോകുവാൻ
എനിക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ, അതെന്റെ ആഗ്രഹമാണ്. ഞാൻ എവിടെ മുട്ടുമടക്കുന്നുവോ അവിടെ ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. വഴിവക്കത്താകാം, പുഴവക്കത്താകാം, വീടിനകത്താകാം, ഹല്ലേലൂയ വാഹനത്തിലാകാം, ഏത് സാഹചര്യമാകട്ടെ, പക്ഷേ എനിക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയാകണം. സ്തോത്രം. നാളുകളായി എന്റെ വരണ്ട അനുഭവങ്ങൾ, പള്ളിയിൽ പോകുന്നു, പാടുന്നുണ്ട്, കേൾക്കുന്നതൊക്കെ ചെയ്യുന്നെങ്കിലും ഒരു വരണ്ട അനുഭവത്തിൽ കടന്നു പോകുന്നവരെ രാത്രി പരിശുദ്ധാത്മാവ് വെച്ചില്ലേ ഹല്ലേലൂയ അതേ സ്തോത്രം ബുദ്ധി ഉപദേശിച്ച് ഹല്ലേലൂയ മടങ്ങി വരുവാൻ, വരണ്ടുപോയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, വരണ്ടുപോയ കണ്ണുനീരിലേക്ക്, വരണ്ടുപോയ ആത്മഭാരത്തിലേക്ക്, വരണ്ടുപോയ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷകളിലേക്ക്, വരണ്ടുപോയ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലേക്ക് അത് ആയിരുന്നവരെ മടക്കി വരുത്തുവാനുള്ള വലിയ ആഹ്വാനം കൂടിയാണ് രാത്രികാലം പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ കൂടി നമ്മെ കേൾപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒതുങ്ങിയിരിക്കുകയല്ല, സാഹചര്യങ്ങളെ കണ്ട് ഭയന്നു പോകുകയല്ല, പുറകോട്ട് മാറുകയല്ല. ഹല്ലേലൂയ അതേ ചുറ്റും എനിക്ക് ലോക്ക്ഡൌൺ ആണ്, എനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് പോകാൻ കഴിയുന്നില്ല, അതൊന്നും എക്സ്ക്യൂസ് അല്ല. ഹല്ലേലൂയ ഇന്ന് രാത്രികാൽ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് കൊണ്ട് മുട്ടുമടക്കുവാൻ, കരയുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, കർത്താവിന്റെ പേര് വിശ്വസിച്ച് ചെയ്യുവാൻ, നശിച്ചു പോകുന്ന ലോകത്തെ ജനത്തെ ഓർത്തുകൊണ്ട് കരയുവാൻ, ഹല്ലേലൂയ പാപികളായിരിക്കുന്ന ലോകത്തെ നോക്കിക്കൊണ്ട് കരയുവാൻ പരിശുദ്ധാത്മാവിൽ നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുകയാണ്. ശക്തം ഇടപെട്ടിരിക്കുക. ഹല്ലേലൂയ അനുസരണത്തോടെ നിൽക്കാൻ കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ അതേ മറുചോദ്യമില്ല, സ്വത്ത് സംശയിക്കുന്നില്ല, പിറുപിറുക്കുന്നില്ല. ഹല്ലേലൂയ അതേ സ്തോത്രം. ഹല്ലേലൂയ അതേ ഹല്ലേലൂയ അപ്പ അത് വിളിച്ചാൽ, മകനെ അത് വിളിച്ചാൽ ഇതാന്ന് പറയുവാൻ, പൂർണ്ണ അനുസരണത്തോടെ നിൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ അത്ഭുതങ്ങൾ ചെയ്യാനിടയായിത്തീരും. രാത്രികാലം നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ലോക രാജ്യങ്ങൾ ഈ സുസുൽ പങ്കെടുത്തെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ഹൃദയങ്ങളുടെ ഈ വചനം വലിയ ആഴത്തിൽ ഇടപെടുമാറാകട്ടെ. ശക്തമായി ഹല്ലേലൂയ ഒരു പുതിയ തീരുമാനം ഇവിടെയാകുമാറാകട്ടെ. കരയേണ്ടവർ കരയുവാൻ, മുഴങ്കാലം അടയ്ക്കണം, മുഴങ്കാലം ദൈവത്തിൽ നിൽക്കുവാൻ, ഉപവസിക്കുവാൻ, തീരുമാനിക്കുവാൻ ഈ വചനം തലടയാടുമാറാകട്ടെ. ദൈവവരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. അതിന് ദൈവത്തിനായി പ്രാർത്ഥിക്കാം. നാളെ നമ്മുടെ പോയിരിക്കുന്ന നാളെ അനുഗ്രഹത്തിനുമാറാകട്ടെ. എല്ലാ കുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ജോസങ്ങൾ ദയവായി ശബ്ദമുയർത്തി കേൾക്കപ്പെട്ട വചനത്തെ ഓർത്തുകൊണ്ടും ഹല്ലേലൂയ അതേ സ്തോത്രം ദൈവമക്കളെ ഓർത്തുകൊണ്ടും സ്തോത്രം നാളെ തോറുള്ള മീറ്റിംഗുകളെ ഓർത്തുകൊണ്ടും വിശാല ഈ ലോകത്തോടെ ഭാരത്തോടെ കടന്നു പ്രിയപ്പെട്ട ഓർത്തുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ജോസങ്ങൾ ദയവായി പ്രാർത്ഥിച്ചാൽ. ജോസങ്ങൾ അവിടെ അൺമ്യൂട്ട് ചെയ്യണം. ജോസങ്ങൾ അവിടെ അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. പരിശുദ്ധനും നിത്യരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഭയത്തോടും വിറയലോടും കൂടി അടികൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു, തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഗ്ലോറിഫൈ ഗാഡ്, ഗ്ലോറിഫൈ ഗാഡ്, ഗ്ലോറിഫൈ ഗാഡ്. താവിന്റെ ദാസനെ വചനം സൃഷ്ടിപ്പാൻ സഹായിച്ച വലിയ കൃപയ്ക്കായി അടിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ചലച്ചിത്രായ വാഴ്ത്തുന്നു. ഗ്ലോറിഫൈ ഗാഡ്, ഗ്ലോറിഫൈ ഗാഡ്. അനുസരണത്തോടുകൂടി പ്രവർത്തിച്ചപ്പോൾ സൗഖ്യം കടന്നു വന്നു. ഗ്ലോറിഫൈ ഗാഡ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ വീണ്ടും വീണ്ടും ഊന്നി പറയുകയുണ്ടായി. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിച്ച് ചെന്ന ഗ്ലോറിഫൈ ഗോഡ് വരണ്ട കൈയുള്ള മനുഷ്യൻ ഹല്ലേലൂയ അവൻ സൗഖ്യവുമായി മടങ്ങിപ്പോയി. ഗ്ലോറിഫൈ ഗോഡ്. സമൂഹം അവനെ അനുവദിച്ചില്ല. ഗ്ലോറിഫൈ ഗോഡ്. എങ്കിലും അവൻ സൗഖ്യം ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. വരണ്ടാത്തെങ്കിലും പ്രക്രിയകൾ അടങ്ങളുടെ ജീവിതങ്ങളിൽ മാറിപ്പോകുവാൻ ഇന്ന് രാത്രി സമയം അടങ്ങൾ തീരുമാനങ്ങൾ എടുക്കട്ടെ. ഹല്ലേലൂയ. ഗ്ലോറിഫൈ ഗോഡ്, ഗ്ലോറിഫൈ ഗോഡ്. ജീവിതത്തിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും വരണ്ടുപോയ കാര്യങ്ങൾ മാറിപ്പോകുവാൻ സ്വർഗ്ഗമേ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറിഫൈ ഗോഡ്. ഭാരതഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുശേഷത്തിനപ്പായി ഇനിയും കേൾക്കാത്ത അനേക ഗ്രാമങ്ങളുണ്ടല്ലോ. ഗ്ലോറിഫൈ ഗോഡ്. എന്റെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഡയലക്ട് ഇല്ലാത്ത ലാംഗ്വേജസ് ഉണ്ടല്ലോ. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ സുവിശേഷ പ്രതികളെത്തുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലം എന്റെ അന്ത്യത്തിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വീണ്ടും കേൾക്കുവാൻ സ്വർഗം സഹായിച്ചു. ഗ്ലോറിഫൈ ഗോഡ്. ക്ലോസിന് സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെ. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. ദൈവം അവനെ സൗഖ്യമാക്കി, യേശു അവനെ സൗഖ്യമാക്കി, യേശു അവനെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. 2 കമാൻഡുകൾ. എഴുന്നേറ്റ് നിൽക്കുക. ഗ്ലോറിഫൈ ഗോഡ്. കൈ നീട്ടുക. ഹല്ലേലൂയ. രണ്ടും അവൻ അനുസരിച്ചു. ദൈവം അവന് സൗഖ്യം കൊടുത്തു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ താവേ ഗ്ലോറിഫൈ ഗോഡ്. താവിന്റെ കമാൻഡ്മെന്റ് ഏറ്റെടുക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ താവിന്റെ സമയത്തിന് വേണ്ടി നോക്കിയിരിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദേവാലയത്തിലേക്ക് ചെന്നാതെങ്കിൽ യേശു കുഞ്ഞിനെ ഹല്ലേലൂയ ഗ്ലോറിഫൈ ഗോഡ്. തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞു എന്ന് കർത്താവിന്റെ ദാസൻ പറയുകയുണ്ടായി. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. പ്രായവ്യത്യാസം എന്നെ ഗ്ലോറിഫൈ ഗോഡ്. വി ഗ്ലോറിഫൈ ഗോഡ്. താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരങ്ങൾ വീണ്ടും ഉപയോഗിക്കുവാൻ തെങ്ങില്ലോൺ അടഞ്ഞുപോയ വാതിലുകൾ തുറന്ന് ഹല്ലേലൂയ
സുവിശേഷത്തിന് വേണ്ടി അടരാടുവാൻ അടികളെ ഇനി സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ ദാസന നാളത്തെ എല്ലാ സാക്ഷ്യത്തെയും ശുശ്രൂഷയും മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവ് മാനിച്ചിരിക്കുന്ന സ്തോത്രം. കൈമാറ്റപ്പെട്ട വചനങ്ങൾക്കായി, കൈമാറ്റപ്പെട്ട ഗ്ലോറിഫൈ മെസ്സേജസിനെ ഹങ്ങിയ വാഴ്ത്തുന്നു. ഗ്ലോറിഫൈനായിട്ടായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരുണ, കൃപാശക്തി, ബലം അണിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവോടുകൂടി പൊരുതുവാൻ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടുവാൻ സ്വർഗം ഇനി സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺസ് പാസ്റ്ററിനെ കുടുംബത്തെ താഴ് സമർപ്പിക്കുന്നു. സിറ്റി ആർവസ് ചർച്ചിനെ താഴ് സമർപ്പിക്കുന്നു. ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുന്ന, കണ്ണുകൾ അടച്ചിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചലഞ്ചസ് ഏറ്റെടുക്കപ്പെടട്ടെ ഇന്ന് രാത്രി സമയം. ഹല്ലേലൂയ. വീണ്ടും കണ്ണുനീരോടുകൂടി വചനങ്ങളിലേക്ക് തിരിച്ചു പോകട്ടെ എന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. മാനിക്കുന്നതിനാ സ്തോത്രം. യെരൂശലേമിന്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്തഭൂമി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാണ് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനി തമ്മിൽ കണ്ടുമുട്ടവരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം എനിക്ക് മാറാകട്ടെ. സ്തോത്രം സ്തോത്രം. സമാധാനത്തോടെ ദൈവ ഭവനങ്ങളായിരിക്കാം. സ്തോത്രം. കേൾക്കപ്പെട്ട ഞങ്ങളുടെ മേൽ ധ്യാനത്തോടും പ്രാർത്ഥനയോടും സാരിക്കാൻ തീരുമാനമായിരിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതേ സമയം തന്നെ ദൈവവചന ശുശ്രൂഷയുണ്ട്. പ്രിയ ടി വർഗീസ് അച്ഛൻ നമ്മോടൊപ്പം സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം. സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ കൂടെ ഇതിൽ പങ്കെടുപ്പിക്കാം. ദൈവം എല്ലാവരും ഈ രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. സകല പുതിയ ദൈവിക സമാധാനം ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.